So yesterday we discussed the MTP 1 for corporate and other law. അപ്പോൾ അതിനകത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സെഷൻ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദ വീഡിയോ ഇസ് ഓൾറെഡി അപ്ലോഡഡ്. ഇന്നലെ വി ഹാഡ് ഓൾറെഡി ഡിസ്കസ് എ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ MTP 1. RTP കംപ്ലീറ്റഡ് ആയി, MTP 1 കംപ്ലീറ്റഡ് ആയി. സോ ടുഡേ വിൽ ബി ഡിസ്കസിങ് ദ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. RTP ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, MTP 1 ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Again MTP 1-നകത്ത് what I found is questions, the descriptive part, mostly whatever we have sorted out in the class. വർക്ക്ബുക്കിനകത്ത് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ചിലതൊക്കെ സെയിം പേരിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്, ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകൾ മാറ്റി, ബട്ട് ദ കോൺസെപ്റ്റ്, പ്രസൻറ്റേഷൻ, എവറിത്തിങ് റിമെയിൻസ് സെയിം. ഭയങ്കര വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്നും RTPക്കകത്ത് പറഞ്ഞ പോലത്തെ ടൈപ്പ് ഓഫ് വെറൈറ്റി ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ദെയർ ഇൻ MTP. ബട്ട് യെസ്, മൾട്ടിപ്പിൾ ചോയ്സ് അഗെയിൻ യു ക്യാൻ പ്രാക്ടീസ്. MCQ നിങ്ങൾക്ക് അത്രയും ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സോഴ്സ് വളരെ കുറവായതുകൊണ്ട് ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ MCQ പാർട്ട്. ഓക്കെ, സോ സെഷൻ പിന്നീടാണ് നിങ്ങൾ കാണുന്നത്. പിന്നീട് നിങ്ങൾ ലൈവായിട്ട് കാണുന്നില്ല, റെക്കോർഡഡ് ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഫ് യു ഫൈൻഡ് എനി പെർട്ടിക്കുലർ ഏരിയ to be difficult or the portions which has been discussed in the series, if you have any clarity issue, you can write it in the comment box. So as usual, നമ്മൾ രണ്ടായിട്ടാണ് സെഷൻ ഡിസ്കസ് ചെയ്യുന്നത്. MCQ പാർട്ട് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വിൽ ബി ഡിസ്കസിങ് ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ആൻഡ് ദെൻ വിൽ കം ആൻഡ് ഡിസ്കസ് ദ മൾട്ടിപ്പിൾ ചോയ്സ്. ഓക്കെ, സോ അഗെയിൻ 50 മാർക്സ് പേപ്പർ, 15 മാർക്സ് ആണ് നിങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ആൻഡ് 35 മാർക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് വരിക. സോ മാക്സിമം മാർക്ക് ഏതിനകത്ത് മേടിക്കാൻ നോക്കണം, മൾട്ടിപ്പിൾ ചോയ്സിനകത്ത്. സോ അഗെയിൻ 15 മാർക്ക് FM-നകത്തും ഉണ്ട്. സോ അങ്ങനെ തന്നെ യു വിൽ ബി വെരി ക്ലോസ് ടു ദ പാസ് മാർക്സ്. 40 മാർക്സ് ആണ് പാസ് അഗ്രിഗേറ്റ് കിട്ടാനായിട്ട്. ഇഫ് യു മാനേജ് ടു സ്റ്റഡി അറ്റ്ലീസ്റ്റ് കുറച്ച് ഓഫ് FM ആൻഡ് കുറച്ച് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, സിൻസ് യുവർ ലാസ്റ്റ് പേപ്പർ റൈറ്റ് ആഫ്റ്റർ യുവർ ഓഡിറ്റിംഗ്, യു വിൽ ബി ബോത്ത് ഗ്രൂപ്പ് എഴുതുന്ന കുട്ടികളാണെങ്കിൽ ഭയങ്കര ടയേർഡായിരിക്കും. സോ ജസ്റ്റ് റിമൈൻഡിങ് യു, കുറച്ചെങ്കിലും ഈ SM ആൻഡ് FM ഒന്ന് റിവൈസ് ഒക്കെ ചെയ്തിരിക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു സ്കോർ അബവ് 55 മാർക്സ്. ഓക്കെ, so time kalaya then I'm going to start with question number 1 of the descriptive part. The board of directors of Gromax Industries Limited, a diversified conglomerate with 6 businesses. Conglomerate എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കമ്പനി വിത്ത് 6 ബിസിനസ് യൂണിറ്റ്സ് ആണ്. സോ ഗ്രോമാക്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കോൺഗ്ലോമറേറ്റിന് 6 ബിസിനസ് യൂണിറ്റുകളുണ്ട്. Agri-tech, pharmaceuticals, construction material, consumer electronics, renewable energy and logistics. Recently held a strategic review meeting. ഇവർ ഒരു strategic review meeting നടത്തുന്നു. The board discussed allocating the highest capital budget for the next 5 years to the most promising business unit to enhance long-term shareholder value. ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇവർക്ക് 6 ബിസിനസ് യൂണിറ്റുകളുണ്ട് ഈ കമ്പനിക്ക്. അവരൊരു വലിയ തീരുമാനം എടുക്കുവാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തവണ ക്യാപിറ്റൽ ബഡ്ജറ്റ് ചെയ്തേക്കുന്നത് ഏറ്റവും പ്രോമിസിങ് യൂണിറ്റിനായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ലോങ് ടേം ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ തരാൻ പോകുന്ന ഏറ്റവും പ്രോമിസിങ് യൂണിറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ ഇത്തവണ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. ദേ ഓൾസോ കൺസിഡർ ഡൈവെസ്റ്റിംഗ് ദ ലോസ് മേക്കിംഗ് ലോജിസ്റ്റിക്സ് ഡിവിഷൻ ആൻഡ് റിവ്യൂഡ് എ യൂണിഫൈഡ് ഡിവിഡൻഡ് പോളിസി ഫോർ ദ എൻറ്റയർ ഗ്രൂപ്പ്. അവർ ഏറ്റവും കൂടുതൽ പൈസ ഷെയർ ഹോൾഡർ വാല്യൂ, ലോങ് ടേം ഷെയർ ഹോൾഡർ വാല്യൂ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊജക്റ്റിൽ ബഡ്ജറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി പോവുകയാണ്. വലിയൊരു തീരുമാനം ബോർഡ് എടുക്കുന്നു. വേണ്ടാത്ത ഒരു ബിസിനസ്, ലോസ് മേക്കിംഗ് ആയിട്ടുള്ള യൂണിറ്റിനെ അവർ ഡൈവെസ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടി തീരുമാനിക്കുവാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും യൂണിഫോം ആയിട്ടുള്ള ഡിവിഡൻഡ് പോളിസിയും ഉണ്ടാക്കി. These decisions will significantly shape the firm's long-term direction and resource distribution. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി ഫേമിൻ്റെ ലോങ് ടേം ഡയറക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പോകും, റിസോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും പ്രോപ്പർ ആയിട്ട് പോകും. വിച്ച് ലെവൽ ഓഫ് സ്ട്രാറ്റജി ഈസ് ബീങ് അഡ്രസ് എക്സ്പ്ലെയിൻ വിത്ത് റീസൺസ്. 3 ലെവൽ ഓർഗനൈസേഷനകത്തുള്ളത്: കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫംഗ്ഷൻ ലെവൽ. കോർപ്പറേറ്റ് ലെവൽ എന്ത് ബിസിനസ്സിലോട്ട് ഇറങ്ങണം, എന്ത് ബിസിനസ് പൂട്ടണം, എന്ത് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണം, ഏത് മാർക്കറ്റിൽ സാധനങ്ങൾ കൊടുക്കണം, ഏത് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കോർപ്പറേറ്റ് ലെവലും. ബിസിനസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ട് മാത്രം സ്ട്രാറ്റജി ഉണ്ടാക്കുക. അപ്പോൾ പല യൂണിറ്റുകൾക്ക് പല സ്ട്രാറ്റജീസ് ആയിരിക്കും. അതാണ് ബിസിനസ് ലെവൽ ചെയ്യുക. ഫംഗ്ഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ, ഫിനാൻസ് ഫംഗ്ഷൻ, R&D ഫംഗ്ഷൻ, അങ്ങനത്തെ ഫംഗ്ഷൻസ് ചെയ്യുന്ന ലെവലാണ് ഫംഗ്ഷൻ ലെവൽ. സോ ഇവിടെ വളരെ ക്ലിയർ ആണ്. ഇവർ 3 കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. 1, ക്യാപിറ്റൽ ബഡ്ജറ്റ് ചെയ്തേക്കുന്നത്. 2, ബിസിനസ് പൂട്ടിപ്പോകുന്നത്. യൂണിഫോം ആയിട്ടുള്ളൊരു ഡിവിഡൻഡ് പോളിസി. ഡെഫിനറ്റ്ലി ഇത് ഏത് ലെവലാണ്? കോർപ്പറേറ്റ് ലെവലാണ്. Corporate level is the answer. The strategic decisions described in case present is at the corporate level strategy. അപ്പോൾ ഈ പറയുന്ന വലിയ ഡിസിഷൻസ്, ഒരു ഹോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എപ്പോഴും എടുക്കുന്ന കോർപ്പറേറ്റ് ലെവലാണ്.
Corporate level strategy is formulated by the top management, that is a board of directors or corporate headquarters. അപ്പോൾ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസ് എടുക്കുന്നത് ആരാണ്? ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. ടോപ്പ് മാനേജ്മെൻ്റ് ഉള്ള ആൾക്കാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, CEO, കോർപ്പറേറ്റ് സ്റ്റാഫ്, അങ്ങനത്തെ ആൾക്കാരൊക്കെ. എന്താണ് കോർപ്പറേറ്റ് ലെവൽ ചെയ്യുന്നത്? ഓവറോൾ ഷേപ്പ്, ലോങ് ടേം ഡയറക്ഷൻ, റിസോഴ്സ് അലോക്കേഷൻ ഫോർ ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ഡിസിഷൻസ് റിഗാർഡിംഗ് പോർട്ട്ഫോളിയോ ഓഫ് ബിസിനസ്സസ്. എത്ര ബിസിനസ്സിലോട്ട് നമ്മൾ ഇറങ്ങണം, ബിസിനസ്സിലോട്ട് ഇറങ്ങണോ അതോ എക്സിറ്റ് ചെയ്യണോ, ഫിനാൻഷ്യൽ റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാം, എങ്ങനെയായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്രോത്ത്, സ്റ്റെബിലിറ്റി, റിട്രെഞ്ച്മെൻ്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങണോ, റിട്രെഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് മേക്കിംഗ് യൂണിറ്റ് ആണെങ്കിൽ നിർത്തണോ, അത് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ, കംപ്ലീറ്റ്ലി ഒരു ബിസിനസ്സേ ഉള്ള മൊത്തം കമ്പനി പൂട്ടിപ്പോകുന്നതാണോ എന്നല്ല. ഇങ്ങനത്തെ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ആരാണ്? കോർപ്പറേറ്റ് ലെവലാണ്. സോ ഈ പറയുന്ന കേസിൽ ഹയസ്റ്റ് ക്യാപിറ്റൽ അലോക്കേഷൻ, മറ്റേ ഡൈവെസ്റ്റ്മെൻറ്റ് ഓഫ് പുവർലി പെർഫോമിംഗ് ഓർഗനൈസേഷൻ, പുവർലി പെർഫോമിംഗ് ലോജിസ്റ്റിക്സ് ഡിവിഷൻ, കോമൺ ഡിവിഡൻഡ് പോളിസി, ഈ 3 കാര്യങ്ങളാണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത്. 3 things which has been discussed in the question. സോ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ എടുത്തെഴുതണം. ഹയസ്റ്റ് ക്യാപിറ്റൽ അലോക്കേഷൻ, ഇവാലുവേറ്റിംഗ് ഡൈവെസ്റ്റ്മെൻറ്റ്, കോമൺ ഡിവിഡൻഡ് പോളിസി, ഇതൊക്കെ ചെയ്യുന്നത് കോർപ്പറേറ്റ് ലെവലാണ്. Therefore, decisions clearly fall under the corporate level as they determine the strategic direction structure of the company as a whole rather than focusing on individual business. ഓരോ ഇൻഡിവിജ്വൽ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല ഇത് ഉണ്ടാക്കിയേക്കുന്നത്, ഓവറോൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. സോ ദെയർഫോർ വി കൻ കൺക്ലൂഡ് ദാറ്റ് ഇത് ഏത് ലെവൽ ഉണ്ടാക്കുന്നതാണ്? കോർപ്പറേറ്റ് ലെവൽ. 2 രീതിയിൽ ആൻസർ പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കാണിക്കാം. കോർപ്പറേറ്റ് ലെവൽ എന്താണെന്ന് പറയുന്നു, ദെൻ യു ആർ കമ്മിങ് ടു ദി ആൻസർ പാർട്ട്. ഓർ ഇഫ് യു വോണ്ട് യു കെൻ ഈവൻ മിക്സ് ആൻഡ് റൈറ്റ്. അതായത് ഈ മുകളിൽ കൊടുത്തേക്കുന്ന തിയറി, ഈ താഴെ കൊടുത്തേക്കുന്ന ആ കേസ് ബേസ് ക്വസ്റ്റ്യൻ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ പാരഗ്രാഫ് ആക്കി എഴുതാം. ബോത്ത് ആൻസർ പ്രസൻറ്റേഷൻ ഇസ് അക്സെപ്റ്റഡ്. സോ നോട്ട് നെസസറിലി ദാറ്റ് യു ഹാവ് ടു സെപ്പറേറ്റ് ഇറ്റ്. ലൈക്ക് നമ്മുടെ ലോ എഴുതുമ്പോൾ പ്രൊവിഷൻ, കൺക്ലൂഷൻ പോലെ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം എന്നൊന്നുമില്ല. ഇവിടെ തിയറി ആൻഡ് ദ കേസ് സെപ്പറേറ്റ് ആക്കണം എന്നില്ല. ഇഫ് യു വോണ്ട് യു ക്യാൻ റൈറ്റ്, ഫോളോ ദ സെയിം മെത്തേഡ്. ഓർ ഇഫ് യു വോണ്ട് ടു സേവ് ടൈം യു ക്യാൻ ആക്ച്വലി മിക്സ് ആൻഡ് റൈറ്റ് ഓൾസോ. ദർ ഇസ് നോ ഇഷ്യൂ ഇൻ മിക്സിംഗ് ആൻഡ് റൈറ്റിംഗ് ദി ആൻസർ. Very similar question actually we have solved. വർക്ക്ബുക്കിലൊക്കെ ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ABC Corporation, a multinational consumer electronic company, is planning to expand its operations into a new country. ഒരു മൾട്ടിനാഷണൽ കൺസ്യൂമർ ഇലക്ട്രോണിക് കമ്പനിയാണ്. അവർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവരുടെ ഓപ്പറേഷൻ ഒരു പുതിയ കൺട്രിയിലോട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അവർ എക്സ്പാൻഡ് ചെയ്യുന്നത്. The company's senior management is evaluating the potential risk and opportunity of entering into this new market. പുതിയ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നുണ്ട്. ആ പറയുന്ന സ്ഥലത്ത് ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ്, ത്രെറ്റ് എന്തൊക്കെയാണ് അവർ ഇവാലുവേറ്റ് ചെയ്യുവാണ്. ആസ് പാർട്ട് ഓഫ് ദർ അനാലിസിസ് ദേ ഡിസൈഡ് ടു യൂസ് എ പെസൽ ഫ്രെയിംവർക്ക് ടു അസസ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് കുഡ് ഇമ്പാക്ട് ദ ഡിസിഷൻ. ഇതിന് വേണ്ടിയിട്ട് അവർ പെസൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുവാണ്. How can the PESEL framework help ABC Corporation assess the external factors affecting its decision to expand into a new country? PESEL framework ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അവർക്ക് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അസസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? സോ അവർ പുതിയൊരു മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നു. പുതിയ മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ആ മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താ, ത്രെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുവേണ്ടി അവർ PESEL framework ഉപയോഗിക്കുകയാണ്. സോ PESEL framework ഉപയോഗിച്ച് എങ്ങനെയാണ് അവർക്ക് ഈ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നത്, PESEL അനാലിസിസ് എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So, PESEL framework can help ABC Incorporation in the following way. PESEL എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ലീഗൽ, ടെക്നോളജിക്കൽ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഇത് ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഫാക്ടേഴ്സൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കിനെ വിളിക്കുന്ന പേരാണ് PESEL അനാലിസിസ്. സോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ദീസ് ഇൻക്ലൂഡ് പൊളിറ്റിക്കൽ, കുറച്ച് കീ വേർഡ്സ് എഴുതിക്കോണേ. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയാൻ നേരത്ത് ദീസ് ഇൻക്ലൂഡ്സ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ്. നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന കൺട്രിയിലെ, നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന മാർക്കറ്റിൻ്റെ ഗവൺമെൻറ് സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട്. ഗവൺമെൻറ് പോളിസീസ് ഓൺ ദ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ കൺട്രിയിൽ എന്തെങ്കിലും ഗവൺമെൻറ് പോളിസി റെസ്ട്രിക്ഷൻസ്, ഇപ്പോൾ ഇന്ത്യയിൽ വരുവാണെങ്കിൽ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന മാർക്കറ്റിൽ ഗവൺമെൻറ് പോളിസീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, എന്തുമാത്രം സ്റ്റേബിളാണ് അവിടുത്തെ ഗവൺമെൻറ്, ട്രേഡ് എഗ്രിമെൻറ്റ്സ് എന്തൊക്കെയാണ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എങ്ങനെയാണ്. ബൈ അനലൈസിങ് ദീസ് ഫാക്ടേഴ്സ്
factors, ABC Incorporation can assess a political risk associated with entering into a new market. അപ്പോൾ ഓരോന്ന് എഴുതുമ്പം ABC Incorporation ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയണം. സോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് ഉണ്ട്, എങ്ങനെയാണ് അവിടുത്തെ ഗവൺമെൻറ് പോളിസീസ്, വാട്ട് ആർ ദ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ദെയർ, ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വാട്ട് ആർ ദ പൊളിറ്റിക്കൽ റിസ്ക്, എന്തൊക്കെ പൊളിറ്റിക്കൽ റിസ്ക് ആണ് അവർ ഫേസ് ചെയ്യാൻ പോകുന്നത്. 2, എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ GDP ഗ്രോത്ത് റേറ്റ് ഉള്ള കൺട്രിയാണോ, ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ്, എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്, എക്കണോമിക് സ്റ്റെബിലിറ്റി എന്താണ്, ഈ ഫാക്ടേഴ്സൊക്കെ മനസ്സിലാക്കുമ്പോൾ ABC ഇൻകോർപ്പറേഷന് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ന്യൂ മാർക്കറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇവർ ഇറങ്ങാൻ പോകുന്ന സ്ഥലത്തെ GDP ഗ്രോത്ത് റേറ്റ് എന്താണ്, ഇൻഫ്ലേഷൻ റേറ്റ് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ABC ഇൻകോർപ്പറേഷൻ്റെ എക്കണോമിക് എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ട് അവർ ഇറങ്ങാൻ പോകുന്ന മറ്റ് പുതിയൊരു മാർക്കറ്റിൻ്റെ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് എക്കണോമിക് ഫാക്ടേഴ്സ്. ദെൻ കം സോഷ്യൽ ഫാക്ടേഴ്സ്. സോഷ്യൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ അവിടുത്തെ കൾച്ചറൽ നോംസ് എന്താണ്. നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയും റഷ്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയും യൂറോപ്യൻ കൺട്രീസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയും മൂന്ന് കൾച്ചറിലാണ് വർക്ക് ചെയ്യുക. സോ കൾച്ചറൽ നോംസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. ഡെമോഗ്രഫി എന്താണ്, അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ട്രെൻഡുകൾ എന്താണ്, വിച്ച് വിൽ ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിമാൻഡ്, ഇതൊക്കെ മനസ്സിലാകുന്നതോടെ ആ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അതിനനുസരിച്ച് മാറ്റാം. ഇന്ത്യയിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കൾച്ചറൽ നോംസ്, ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ ട്രെൻഡ് അനുസരിച്ച് വേണം അവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കാൻ. നിങ്ങളുടെ കമ്പനി റഷ്യയിലാണെങ്കിൽ റഷ്യയിലെ കൺസ്യൂമർ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, റഷ്യയിലെ ഡിമാൻഡുകൾ എന്തൊക്കെയാണ്, അവിടുത്തെ കൾച്ചറൽ നോംസ് എന്താണ്, അതിനനുസരിച്ച് വേണം നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കാൻ. സോ ഇതൊക്കെ മനസ്സിലാക്കുന്നതോടുകൂടി ABC ഇൻകോർപ്പറേഷൻ ക്യാൻ ചേഞ്ച് ഓർ ഓൾട്ടർ ദെയർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ലെവൽ ഓഫ് ടെക്നോളജി, ഹൗ ഇറ്റ് വിൽ ഇമ്പാക്ട് ദ ന്യൂ മാർക്കറ്റ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ABC ഇൻകോർപ്പറേഷന് പറ്റും. സോ പല ഫാക്ടേഴ്സാണ് പഠിച്ചത്. പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ. ലീഗൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലോസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു ദ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ലേബർ ലോ, ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. സോ IPR മനസ്സിലാക്കാൻ ശ്രമിക്കണം, ലേബർ ലോ മനസ്സിലാക്കാൻ ശ്രമിക്കണം, എന്തൊക്കെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നേരത്ത് ഫോളോ ചെയ്യേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കുന്നതോടെ ദേ ക്യാൻ എൻഷുർ കംപ്ലയൻസ് വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്. ആൻഡ് ദ ലാസ്റ്റ് one, environmental factors such as climate changes, environmental regulation, sustainability practices. By considering these factors, it can assess environmental risk and opportunity. ഇപ്പോൾ ചില കൺട്രിയിലോട്ട് പോകുവാണെങ്കിൽ അവർ പ്ലാസ്റ്റിക് ബാഗ്സുകൾ നിരോധിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് അവിടെ ഇറക്കാൻ പോകുമ്പം പ്ലാസ്റ്റിക് റിലേറ്റഡ്, അവർ സസ്റ്റൈനബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിക്കുകയോ പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ബാഗ്സ് ഉപയോഗിക്കുകയോ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. സോ യു വിൽ ഹാവ് ടു സ്റ്റഡി ആ പറയുന്ന കൺട്രിയിലെ എക്കണോമിക് ക്ലൈമറ്റ് എന്താണ്, അവരുടെ സസ്റ്റൈനബിലിറ്റി പ്രാക്ടീസസ് എന്തൊക്കെയാണ്, അവരുടെ എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇത്ര കാർബൺ എമിഷൻസേ പാടുള്ളൂ, ഇത്ര വേസ്റ്റേജേ പാടുള്ളൂ. അപ്പോൾ എല്ലാ കൺട്രിക്കും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാവും. സോ അത് മനസ്സിലാക്കിയാൽ മാത്രമേ അവർ ഇറങ്ങാൻ പോകുന്ന മാർക്കറ്റിലെ എൻവയോൺമെൻറ്റ് റിസ്ക് എന്താ, ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഓരോ ഫാക്ടേഴ്സ് എന്താണെന്ന് എടുത്തെഴുതണം. എന്താണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സ്, എന്താണ് സോഷ്യൽ ഫാക്ടേഴ്സ്, എന്താണ് ലീഗൽ ഫാക്ടേഴ്സ്, ഓരോ ഫാക്ടേഴ്സ് എന്താണെന്ന് എടുത്തെഴുതുക. ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വൈ ഈസ് ABC ഇൻകോർപ്പറേഷൻ ഡൂയിങ് ഇറ്റ്, ആ ഒരു പെർസ്പെക്റ്റീവിൽ വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. പൊതുവെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാത്ത കുട്ടികൾ എന്താ ചെയ്യുക, ചുമ്മാ തിയറി അങ്ങ് എഴുതി വെച്ചിട്ട് വരും. പെസൽ ഫ്രെയിംവർക്ക് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫോളോസ് എന്നിട്ട് വന്ന തിയറി മാത്രം എഴുതും. അണ്ടർസ്റ്റുഡ്, ആ തിയറി എഴുതിയിട്ട് എങ്ങനെയാണ് ഈ ഫാക്ടേഴ്സ് ABC ഇൻകോർപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഇസ് വാട്ട് ദേവ് ആസ്ക്ഡ്. അതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ അക്കോർഡിംഗ്ലി. ഓക്കെ. Okay. Going for the next one. Organic beverages has been manufacturing
various soft drinks for over a decade. It has developed a sugar-free beverage to cater the needs of specific customers. ഇത് ഞാൻ ക്ലാസ്സിലും വർക്ക് ബുക്കിൽ സോൾവ് ചെയ്തപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത്. യു ക്യാൻ മാർക്ക് ദിസ് ക്വസ്റ്റൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഗാനിക് ബിവറേജസ് എന്ന് പറയുന്നൊരു കമ്പനി സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് ഓവർ എ ഡെക്കേഡ്. അപ്പോൾ അവരൊരു ഷുഗർ ഫ്രീ ബിവറേജ് ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഓക്കെ, ടു കേറ്റർ ദ നീഡ്സ് of specific customers by spending heavily on the R&D. സോ ഇത്രയും നാൾ നോർമൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഷുഗർ ഫ്രീ ബിവറേജ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇൻ അഡീഷൻ എ ലോട്ട് ഓഫ് മണി വാസ് സ്പെൻഡ് ഓൺ മാർക്കറ്റിംഗ്. ഇതിന് വേണ്ടിയിട്ട് കുറേ പൈസ, ഷുഗർ ഫ്രീ ബിവറേജ് ഇറക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി മുടക്കി. ആൻഡ് ഒബ്റ്റെയിനിങ് ലൈസൻസ് ഫോർ ഇറ്റ്. ഇൻ എ സ്പാൻ ഓഫ് 5 months കമ്പനി ഹാസ് ഗെയിൻഡ് എ മേജർ ഷെയർ ഓഫ് ദ മാർക്കറ്റ് ഫോർ ഹിസ് ന്യൂ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ഗ്രോയിങ് റാപ്പിഡ്ലി. ഓവർ ദ പീരീഡ് നല്ലപോലെ മാർക്കറ്റ് ഷെയർ പിടിച്ചടക്കി. ഇപ്പോൾ ആ കമ്പനി നല്ലപോലെ ഗ്രോ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി ഓഫ് ദിസ് പ്രോഡക്റ്റ് ഇസ് ഓൾസോ ബെറ്റർ. ഇൻ ഓർഡർ to take advantage of the best opportunity for expansion, it has to make heavy investment to maintain its position in the current and the new market. അപ്പോൾ ഇനിയും ആ പൊസിഷൻ, ഓൾറെഡി മാർക്കറ്റ് പൊസിഷൻ കുറച്ച് പിടിച്ചടക്കി, നല്ലപോലെ പിടിച്ചടക്കി, ദേ ആർ ഗ്രോയിങ് റാപ്പിഡ്ലി. ഇത് നിലനിർത്താൻ വേണ്ടി, സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് അവർ നടത്തണം. എങ്കിലേ ഈ മാർക്കറ്റ് പൊസിഷൻ അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. Classify say no to sugar product in the most related category in the 2-dimensional growth share matrix as per Boston Consulting Group. Explain the strategies which can be pursued post identification and classification of products in such metrics. Also state the limitation of this technique. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ, ഈ ഷുഗർ ഫ്രീ ബെവറേജിനെ നമ്മുടെ പോസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ, അതായത് ആദ്യം നിങ്ങൾ ഈ പറയുന്ന ഷുഗർ ഫ്രീ ബെവറേജിനെ ഏത് കാറ്റഗറിയിലാണ് ബി സി ജിയിൽ ഇടാൻ പോകുന്നത്, ബി സി ജിക്കകത്ത് എങ്ങനെയാണ് പ്രോഡക്റ്റ് ഗ്രോത്ത് മെട്രിക്സിനകത്ത് എങ്ങനെ അവർ ക്ലാസിഫൈ ചെയ്തേക്കുന്ന പ്രോഡക്റ്റിനെ, ഒന്നെങ്കിൽ സ്റ്റാർ ആകാം, ക്യാഷ് കൗ ആകാം, ഡോഗ് ആകാം, ക്വസ്റ്റ്യൻ മാർക്ക് ആകാം. സോ ഈ ഷുഗർ ഫ്രീ ബെവറേജിനെ ഇവരെങ്ങനെയാണ് കാറ്റഗറി, ഏത് ബി സി ജിയുടെ ഏത് ഡയമെൻഷനകത്താണ് ഇവർ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. 2, ഇതിന് ശേഷം അവർക്ക് എന്തൊക്കെ പോസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ബി സി ജി മെട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെ. എടാ, ഇവർ പുതിയതായിട്ട് ഇറങ്ങുന്ന പ്രോഡക്റ്റാണ്, ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കി നല്ലപോലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നടത്തിയിട്ടാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്, മാർക്കറ്റ് പൊസിഷൻ എടുത്തേക്കുന്നത്. മറ്റേ ഗുഡ്, ഈ ഇറക്കിയേക്കുന്ന ഗുഡ്സ്, ദ ഷുഗർ ഫ്രീ ബിവറേജ് എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് നല്ലപോലെ ദേ ആർ ഗ്രോയിങ് വെരി റാപ്പിഡ്ലി. സോ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി, ദേ ആർ ഗ്രോയിങ് റാപ്പിഡ്ലി. ഇനിയും കുറച്ചും കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയാൽ മാത്രമേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് ഏതിനകത്തേ വരത്തുള്ളൂ, സ്റ്റാറിനകത്തേ വരുള്ളൂ. The say no to sugar product by organic beverages can be classified as a star in the BCG metrics. The classification is used to products a rapid market growth and company's strong market share achieved within a short span. Additionally, the product requires heavy investment to maintain the market position, which aligns with the characteristics of a star. സ്റ്റാറിനകത്ത് പറയുന്നത് എന്താ, വളരെ ഷോർട്ട് സ്പാനിൽ അവർക്ക് മാർക്കറ്റ് ഷെയർ പിടിച്ചടക്കാൻ പറ്റി, ദേ ആർ ഗ്രോയിങ് റാപ്പിഡ്ലി, ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. എങ്കിലേ പയ്യെ സ്റ്റാർ എന്തായിട്ട് മാറത്തുള്ളൂ, ക്യാഷ് കൗ ആയിട്ട് മാറത്തുള്ളൂ. സോ സിൻസ് ഇറ്റ് ഇസ് സാറ്റിസ്ഫൈങ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സ്റ്റാർ, നമുക്ക് സേ നോ ടു ഷുഗർ പ്രോഡക്റ്റിനെ ഏത് കാറ്റഗറിയിലോട്ട് ഇടാൻ പറ്റും, സ്റ്റാർ എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് ഇടാൻ പറ്റും. പോസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ സ്ട്രാറ്റജി എന്തൊക്കെയാണ്, ബിൽഡ്, ഹോൾഡ്, ഹാർവെസ്റ്റ്, ഡൈവെസ്റ്റ്. ഈ 4 കാറ്റഗറിയാണ് പോസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ സ്ട്രാറ്റജി. ബിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, യു ഹാവ് ടു ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ ത്രൂ സസ്റ്റെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. നിങ്ങളുടെ മാർക്കറ്റ് ഷെയർ നിങ്ങൾ എങ്ങനെയും പയ്യെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. അതായത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ മാർക്കറ്റ് പൊസിഷൻ എന്താണോ അത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റിങ്ങിലും ഡിസ്ട്രിബ്യൂഷനിലും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലും ഒക്കെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തണം. ഹോൾഡ് എന്ന് പറയുന്ന സ്ട്രാറ്റജി എന്താണ്, യു ഹാവ് ടു ഫോക്കസ് ഓൺ എങ്ങനെയെങ്കിലും ഉള്ള മാർക്കറ്റ് ഷെയറിനെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം. മെയിൻറ്റെയിനിങ് ദ കറണ്ട് മാർക്കറ്റ് ഷെയർ പ്രോഫിറ്റബിലിറ്റി ബൈ ഒപ്റ്റിമൈസിങ് ദ റിസോഴ്സസ്. ഉള്ള റിസോഴ്സസിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഉള്ള മാർക്കറ്റ് പൊസിഷൻ എങ്ങനെയെങ്കിലും ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്റ്റാർസ്. ഇവിടെ ഷോർട്ട് ടേം ക്യാഷ് ഫ്ലോയിനാണ് കൂടുതൽ അവർ പ്രയോറിറ്റൈസ് ചെയ്യുക ഓവർ ദ ലോങ് ടേം ഗ്രോത്ത്. നമ്മൾ സ്റ്റാറിനകത്ത് എപ്പോഴും ലോങ് ടേമിനാണ് പ്രയോറിറ്റൈസ് ചെയ്യുക. എങ്ങനെയും ലോങ് ടേമിൽ നമുക്ക് ആ ഷെയർ പിടിച്ചടക്കാൻ പറ്റണം. സ്റ്റാർ എന്നാലേ എന്തായി മാറുള്ളൂ, ക്യാഷ് കൗ ആയിട്ട് മാറുള്ളൂ. സോ സ്റ്റാറിനകത്ത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തി മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തി മാർക്കറ്റ് പിടിച്ചടക്കാൻ ശ്രമിക്കണം. ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഉള്ള പൊസിഷനെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ബൈ ഒപ്റ്റിമൈസിങ് ദ റിസോഴ്സസ്. ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഷോർട്ട് ടേം ക്യാഷ് ഫ്ലോയിനെ പ്രയോറിറ്റൈസ് ചെയ്യുക ഓവർ ദ ലോങ് ടേം ക്യാഷ് ഫ്ലോ. ഡൈവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത പ്രോഡക്റ്റിനെ നിങ്ങൾ സെല്ല് ചെയ്യുക, ലിക്വിഡേറ്റ് ചെയ്യുക. അതിനാണ് ബേസിക്കലി
ഡൈവെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ പോസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ സ്ട്രാറ്റജി. ഈ പറയുന്ന BCG മെട്രിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? കോംപ്ലക്സിറ്റി ആൻഡ് കോസ്റ്റ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്, ഇതാണ് സ്റ്റാർ, ഇതാണ് ക്യാഷ് കോ, ഇതാണ് ഡോഗ്, ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിൻ്റെ മാർക്കറ്റ് പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ, ഇതിൻ്റെ മാർക്കറ്റ് ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. ഇറ്റ് റിക്വയേഴ്സ് എ ലോഡ് ഓഫ് ടൈം. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, കോസ്റ്റ്ലി. സ്ട്രാറ്റജിസ്റ്റ് തന്നെ വന്നിട്ട് വേണം അതിൻ്റെ മാർക്കറ്റ് പൊസിഷൻ എന്താണ്, മാർക്കറ്റ് ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ. വെരി എക്സ്പെൻസീവ്, ടൈം കൺസ്യൂമിങ് ആൻഡ് ഡിഫിക്കൾട്ട്. സബ്ജക്റ്റിവിറ്റി. ഡിഫൈനിങ് SBU ആൻഡ് മെഷറിംഗ് മാർക്കറ്റ് ഷെയർ ഓർ ഗ്രോത്ത് ക്യാൻ ബി ചാലഞ്ചിങ് ആൻഡ് സബ്ജക്റ്റീവ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അതായത് ഓരോ ആൾക്കാരും ഓരോ രീതിയിലായിരിക്കും. നമ്മൾ പറയില്ല ഇറ്റ്സ് എ സബ്ജക്റ്റീവ് മാറ്റർ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നു ഇതാണ്, വേറൊരാളുടെ പെർസ്പെക്റ്റീവിൽ വേറൊരു സ്ട്രാറ്റജിസ്റ്റ് ചെയ്യുമ്പം അയാൾക്ക് അതാണെന്ന് തോന്നും. സോ ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. നമുക്കൊരിക്കലും എങ്ങനെയാണോ അവർ SBUനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു മാർക്കറ്റ് ഷെയറും മാർക്കറ്റ് ഗ്രോത്തും പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് മെട്രിക്സ്. ദി ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ്. ഒരിക്കലും ഫ്യൂച്ചറിൽ എങ്ങനെ റെഡി ആവാം എന്ന് പറയുന്നില്ല. ഷോർട്ട് ടേം ക്യാഷ് ഫ്ലോ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ലോങ് ടേം ഗ്രോത്ത് എങ്ങനെയും പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ഉള്ളതിനെ എങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഡൈവേസ്റ്റ് ചെയ്ത് കളി. ദേ ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദ ഫ്യൂച്ചർ, ദേ ഓൺലി ഫോക്കസിങ് ഓൺ ദ പ്രസൻറ്റ്. It emphasizes current business. There is limited guidance for the future strategic planning. Emphasis is on growth. This may lead to unwise investment in high growth market or premature divestment of established product. അതായത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോഴേ അവർ ഡൈവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും നമുക്ക് പറഞ്ഞു തരിക. അല്ലെങ്കിൽ അവർ പറയും സ്റ്റാറിനകത്ത് പറയുന്നുള്ള ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്, എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഗൈഡൻസ് മാത്രമേ ഇവർ തരുന്നുള്ളൂ. സോ ദീസ് ആർ ദ ബേസിക് ലിമിറ്റേഷൻസ് ഓഫ് BCG. 4 കാര്യങ്ങൾ: കോംപ്ലക്സിറ്റി ആൻഡ് കോസ്റ്റ്, കാരണം സ്ട്രാറ്റജിസ്റ്റ് വേണം ചെയ്യാനായിട്ട്, ഡിഫിക്കൽട്ടാണ്, ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ട്രാറ്റജിസ്റ്റും എങ്ങനെയാണോ SBUനെ ഡിഫൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് ഷെയറും ഗ്രോത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ ഇറ്റ്സ് എ വെരി സബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് എ മെട്രിക്സ്. നോ, ഫോക്കസിങ് ഓൺ ദ പ്രസൻറ്റ്. ഇതാണ് ലോങ് ടേം ക്യാഷ് ഫ്ലോ കൂട്ടണം, ഷോർട്ട് ടേം ക്യാഷ് ഫ്ലോ ഇപ്പം റെഡിയാക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാം പ്രസൻറ്റിനെ ബേസ് ചെയ്തത്. ദി നോട്ട് ഗിവിങ് എനി ഗൈഡൻസ് ഓൺ ദ ഫ്യൂച്ചർ തിങ്. സോ ദാറ്റ്സ് ആക്ച്വലി ലിമിറ്റേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഓവർ എംഫസിസ് ഓൺ ഗ്രോത്ത് ആണ്. നിങ്ങൾക്ക് വളരാനായിട്ട് ഇപ്പോൾ ഉള്ള സാധനങ്ങൾ ഡൈവേസ്റ്റ് ചെയ്ത് കളഞ്ഞു, വളരാനായിട്ട് കൂടുതലായിട്ടുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തുക. സോ കൂടുതൽ ഗ്രോത്തിനാണ് ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് BCG മെട്രിക്സ്. അപ്പോൾ ഒരു ചോദിച്ചേക്കുന്നത് ആ സേ നോ ടു ഷുഗർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ ഏത് കാറ്റഗറിയിലോട്ടിടും, പോസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ സ്ട്രാറ്റജി എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് BCG. എഗെയിൻ എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. BCGയുടെ 3-4 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് ആണ് വർക്ക് ബുക്കിൽ കിടക്കുന്നത്. ദിസ് ഇസ് too simple, I would say. You can practice those questions also. Clear alle? Okay. Connect Group was one of the leading makers of mobile handsets till a few years ago, and which went at the bottom of the heap. Connect Group didn't adapt to the current market trend, which eventually led to its downfall. What would have helped Connect Group to change, adapt and survive? Connect Group ഒരിടയ്ക്ക് ഭയങ്കര ലീഡിങ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഹാൻഡ്സെറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. ഫ്യൂ ഇയേഴ്സ് എഗോ ഒറ്റയടിക്ക് അവർ ആ ബോട്ടം ലൈനിലോട്ട് പോയി. നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഒരു കമ്പനി ഒറ്റയടിക്ക് അവർ താഴോട്ട് പോയി. സോ എന്ത് റീസൺ കൊണ്ട് അവർക്ക് മാർക്കറ്റ് ട്രെൻഡ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ടാണ് അവർ ഡൗൺഫോളിലോട്ട് പോയത്. സോ എന്ത് ചെയ്തിരുന്നെങ്കിൽ കണക്ട് ഗ്രൂപ്പിന് ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാനും സർവൈവ് ചെയ്യാനും ഒക്കെ പറ്റിയേനെ. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടു ഇനീഷ്യേറ്റ് ദ ചേഞ്ച്. അപ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, ചേഞ്ച് കൊണ്ടുവരിക എന്നൊരു കോൺസെപ്റ്റ് പറയാൻ നേരത്തെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കേർട്ട് ലൂയിൻ സ്ട്രാറ്റജിക് ചേഞ്ച്, ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ, ചേഞ്ച് മാനേജ്മെൻറ്റ് അങ്ങനെയൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ദ ജനറിക് ടോപ്പിക് സ്ട്രാറ്റജിക് ചേഞ്ചിനെ പറ്റിയിട്ട് ആണ് എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഓർക്കാൻ ഞാൻ ക്ലാസ്സിൽ ഒരു കോഡും പഠിപ്പിച്ചിട്ടുണ്ട്. RC ഇൻസ്റ്റിറ്റ്യൂഷൻ, റെക്കഗ്നൈസ് ദ നീഡ് ഫോർ ചേഞ്ച്, creating a shared vision to manage the change and institutionalize the change. RC institution, അതാണ് അതിൻ്റെ കോഡ് ഓർക്കാനായിട്ട്. ഇഫ് ഇറ്റ്സ് എ ജനറിക് ടോപ്പിക്. നൗ ദിസ് ഇസ് എ ജനറിക് ടോപ്പിക്. കണക്ട് ഗ്രൂപ്പ് ഹാസ് ടു മേക്ക് സ്ട്രാറ്റജിക് ചേഞ്ച് ഫോർ ഇറ്റ് സർവൈവൽ. സ്ട്രാറ്റജിക് ചേഞ്ച് കൊണ്ടുവരേണ്ടത് സർവൈവ് ചെയ്യാനാണ്. കാരണം പണ്ട് അവർക്ക് നല്ല മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു.
അവർ ട്രെൻഡുകൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഡൗൺഫോളിലോട്ട് പോയത്. അപ്പോൾ എന്ത് ചെയ്തിരുന്നെങ്കിൽ റെഡി ആയേനെ? സ്ട്രാറ്റജിക് ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ റെഡി ആയേനെ. The changes in the environmental forces often require business to make modification in their existing strategy and bring out new strategy. So പുറത്തെ എൻവയോൺമെൻറ്റിനകത്ത് ചേഞ്ച് വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജിക് ചേഞ്ച്, നിങ്ങളുടെ ഉള്ളിലെ സ്ട്രാറ്റജി നിങ്ങൾ മാറ്റണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ AAA പോലത്തെ ഓർഗനൈസേഷൻ അവർ തുടങ്ങിയ സമയത്ത് they were only into the physical classes. പയ്യെ കോവിഡ് വന്ന സിറ്റുവേഷനിൽ ദേ ചേഞ്ച് ടു ദ ഓൺലൈൻ ക്ലാസ്സസ്. ഇപ്പോൾ ഹൈബ്രിഡ് മോഡിലാണ് ക്ലാസ്സസ് പോകുന്നത്. ഓൺലൈനിലും അറ്റൻഡ് ചെയ്യാം, ഓഫ്ലൈനിലും അറ്റൻഡ് ചെയ്യാം, ഹൈബ്രിഡ് മോഡിലും അറ്റൻഡ് ചെയ്യാം. ഇതും താല്പര്യമില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആർ അവൈലബിൾ. ചേഞ്ച് അഡാപ്റ്റ് ചെയ്തു. തുടങ്ങിയപ്പോൾ അവരുടെ സ്ട്രാറ്റജി വാസ് ഓൺലി ഫിസിക്കൽ ക്ലാസ്. ദെയർ സ്ട്രാറ്റജി വാസ് ഓൺലി ഹൗ ടു മേക്ക് ദ ഫിസിക്കൽ ക്ലാസ് ബെറ്റർ, എത്ര ബെറ്റർ ആയിട്ട് ഫിസിക്കൽ ക്ലാസ് കൊടുക്കാം എന്നായിരുന്നു. കോവിഡ് പോലത്തെ ഒരു ചേഞ്ച് വന്ന സമയത്ത് അവരതിനനുസരിച്ച് ചേഞ്ച് അഡാപ്റ്റ് ചെയ്തു. അതാണ് ഇവിടെയും പറയണത്. സോ വെൻ എവർ എ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ എൻവയോൺമെൻറ്റ്, ആ ചേഞ്ച് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ അകത്തെ സ്ട്രാറ്റജിക്കകത്തും കൊണ്ടുവരണം. സ്ട്രാറ്റജിക് ചേഞ്ച് ഇസ് എ വെരി കോംപ്ലെക്സ് പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഫോക്കസ്ഡ് ഓൺ ന്യൂ മാർക്കറ്റ്, പ്രോഡക്റ്റ്, സർവീസസ് ആൻഡ് ന്യൂ വേസ് ഓഫ് ഡൂയിങ് ദ ബിസിനസ്. കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പുതിയ മാർക്കറ്റ്, പുതിയ പ്രോഡക്റ്റ്, പുതിയ വേസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. അതിനകത്തൊക്കെ നിങ്ങളുടെ എങ്ങനെയെങ്കിലും നിങ്ങൾ പുതിയ സ്ട്രാറ്റജി എടുത്തിട്ട് പഴയ പോലെ ബിസിനസ് ചെയ്യാതെ, പഴയ പ്രോഡക്റ്റ് തന്നെ കൊടുക്കാതെ, പഴയ സർവീസ് തന്നെ ചെയ്യാതെ പുതിയ രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക? സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറയാം. 3 രീതിയിലാണ് നിങ്ങൾക്ക് സ്ട്രാറ്റജിക് ചേഞ്ച് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ കോഡ് ഓർക്കണം. RC ഇൻസ്റ്റിറ്റ്യൂഷൻ. റെക്കഗ്നൈസ് എ നീഡ് ഫോർ ദ ചേഞ്ച്. ചേഞ്ച് വേണോ വേണ്ടയോ എന്ന് നോക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള കൾച്ചർ സ്ട്രാറ്റജി സപ്പോർട്ടീവ് ആണോ അല്ലയോ. അതായത് പുറത്തൊരു ചേഞ്ച് വന്നു, അതിനനുസരിച്ച് അകത്ത് ചേഞ്ച് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. എന്നിട്ട് അണ്ടർസ്റ്റാൻഡ് വെയർ ദ ലാക്യുന ലൈസ്. അതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല, ടെക്സ്റ്റ് ബുക്കിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് എഴുതിക്കോണം. വെരി സ്മോൾ, ദേ ഹവ് ഗിവൺ എ 2 ഷോർട്ട്, എക്സ്പാൻഡ് ഇറ്റ് എ ലിറ്റിൽ മോർ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങളുടെ ഓർഗനൈസേഷനകത്തുള്ള കോർപ്പറേറ്റ് കൾച്ചർ സ്ട്രാറ്റജി സപ്പോർട്ടീവ് ആണോ അല്ലയോ. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു എൻവയോൺമെൻറ്റൽ അനാലിസിസ് നടത്തുക. എൻവയോൺമെൻറ്റൽ അനാലിസിസ് പറഞ്ഞാൽ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, ഓപ്പർച്യൂണിറ്റി എന്താ, ത്രെറ്റ് എന്താ എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, നിങ്ങളുടെ പുറത്തുള്ള ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതോടുകൂടി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വേർ ദ ലാക്യുന ലൈസ്. ലാക്യുന ലൈസ് പറഞ്ഞാൽ എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ റെക്കഗ്നൈസിങ് ദ നീഡ് ഫോർ ചേഞ്ച് എന്തൊക്കെ എഴുതണം? നിങ്ങളുടെ അകത്തെ സ്ട്രാറ്റജി, നിങ്ങളുടെ അകത്തെ കോർപ്പറേറ്റ് കൾച്ചർ സ്ട്രാറ്റജി സപ്പോർട്ടീവ് ആണോ അല്ലയോ. ഇതിനു വേണ്ടി എൻവയോൺമെൻറ്റൽ അനാലിസിസ് നടത്തുക ത്രൂ സ്വോട്ട് അനാലിസിസ്. ആ എൻവയോൺമെൻറ്റൽ അനാലിസിസ് നിങ്ങൾ നടത്തുന്നത് സ്വോട്ട് അനാലിസിസ് ഉപയോഗിച്ചിട്ടാണ്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വേർ ദ ലാക്യുന ലൈസ്, എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 2, ക്രിയേറ്റിംഗ് എ ഷെയർഡ് വിഷൻ ടു മാനേജ് എ ചേഞ്ച്. ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. രണ്ടും കോയിൻസൈഡ് ചെയ്ത് പോകണം, കോൺഫ്ലിക്റ്റ് ചെയ്യരുത്. ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, എനിക്കൊരു ഗുണവും കിട്ടുന്നില്ല, അല്ലെ എനിക്ക് ഗുണം കിട്ടുന്നുണ്ട്, ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടുന്നില്ല. അങ്ങനെ അല്ല വർക്ക് ചെയ്യേണ്ടത്. എൻ്റെ ഒബ്ജക്റ്റീവ്സും ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സും കോയിൻസൈഡ് ചെയ്ത് പോകണം, കോൺഫ്ലിക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും എന്ത് വേണം? ഷെയർഡ് വിഷൻ വേണം. Objectives of both individuals and organization should coincide. There should not be any conflict between them. This is only possible when the members follow a shared vision. ഇതൊക്കെ നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് എഴുതാതെ ഞാൻ പറഞ്ഞ പോലെ മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ബേസിക് വേർഡ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് എ ചേഞ്ച്. ഇതാണ് ആക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ചേഞ്ച്. അതായത് സ്റ്റേജ് നിങ്ങൾ ചേഞ്ച് വേണമെന്ന് മനസ്സിലാക്കി, ഷെയർഡ് വിഷൻ ചെയ്യണമെന്ന് മനസ്സിലാക്കി, ഇനി എന്ത് ചേഞ്ചാണോ കൊണ്ടുവരാൻ പോകുന്നത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. വേറൊരു ആറ്റിറ്റ്യൂഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും നാളും ചെയ്ത പോലെ ബിസിനസ് ചെയ്യാതെ പുതിയ രീതിയിൽ നമുക്കൊന്ന് ബിസിനസ് ചെയ്യാം. അതിനെ പറയുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് എ ചേഞ്ച്. This is an action stage where it requires the implementation of the changed strategy. Creating and sustaining a different attitude towards the change is essential to ensure that the firm does not slip back into the old ways of doing business. പുതിയൊരു ആറ്റിറ്റ്യൂഡ് തന്നെ ഡെവലപ്പ് ചെയ്യണം. ഇത്രയും നാളും ബിസിനസ് ചെയ്ത പോലെ ചെയ്യരുത്, ഇത്രയും നാളും പ്രോഡക്റ്റ് കൊടുത്ത പോലെ കൊടുക്കരുത്, ഇത്രയും നാൾ സർവീസ് റെൻഡർ ചെയ്ത പോലെ ചെയ്യരുത്. യു ഹാവ് ടു ഡെവലപ്പ് എ ന്യൂ വേ, ട്രൈ ടു സസ്റ്റെയിൻ ഇറ്റ് സോ ദാറ്റ് യു ആർ നോട്ട് സ്ലിപ്പിംഗ് ബാക്ക് ടു യുവർ ഓൾഡ് വേസ്. പഴയ മെത്തേഡിലോട്ട് പോവാതെ നിങ്ങൾ പുതിയൊരു രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. ബൈ അഡോപ്റ്റിംഗ് ദീസ് 3 മെത്തേഡ്സ് അല്ലെങ്കിൽ ദീസ് 3 സ്റ്റെപ്സ് യു ക്യാൻ ബ്രിങ് സ്ട്രാറ്റജിക് ചേഞ്ച് ടു ദ ഓർഗനൈസേഷൻ. സോ സ്ട്രാറ്റജിക് ചേഞ്ച് എന്തിനാണ് വേണ്ടത്? ഓർഗനൈസേഷൻ്റെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജിയാണ് ഓഫ് ഡൂയിങ് ന്യൂ ബിസിനസ്, ന്യൂ പ്രോഡക്റ്റ്, ന്യൂ സർവീസസ്. ഇത്രയും നാളും ചെയ്യാതെ പുതിയൊരു സംഭവം ചെയ്യുന്നതിനാണ് സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറയാം. ഇറ്റ്സ് ബേസിക്കലി എ കോർപ്പറേറ്റ് സ്ട്രാറ്റജി. സ്ട്രാറ്റജിക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന 3 സ്റ്റെപ്സാണ്: റെക്കഗ്നൈസിങ് ദി നീഡ് ഫോർ ചേഞ്ച്, ക്രിയേറ്റിംഗ് എ ഷെയർഡ് വിഷൻ to manage the change, and institutionalize the change.
I hope again this is clear. Code ഒക്കെ എഴുതി വെച്ചോണേ. RC institution is the code. Next one. Define strategic management and also discuss the limitations of strategic management. Very simple question. RTPക്കകത്ത് ബെനിഫിറ്റ്സ് ചോദിച്ചേക്കുന്നത് MTPക്കകത്ത് ലിമിറ്റേഷൻസ് ആണ് വന്നേക്കുന്നത്. ഇത്തവണ ബെനിഫിറ്റ്സ് ലിമിറ്റേഷൻസ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാനേജീരിയൽ പ്രോസസ്സാണ്. മാനേജ്മെൻറ്റ് ഓൾ ടുഗെദർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മാനേജർ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് എ വിഷൻ. ആദ്യം ഓർഗനൈസേഷൻ്റെ ലോങ് ടേം പരിപാടി എന്താണെന്ന് സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റപ്പ് ചെയ്യുക, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഈ ഹോൾ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഒന്ന് റിക്കളക്ട് ചെയ്തേ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇസ് എ മാനേജീരിയൽ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് എ വിഷൻ സെറ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫൈനിങ് ദ വിഷൻ, സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, crafting a strategy, implementing the strategy, evaluating the strategy and taking corrective actions. ഈ ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എടാ നിൻ്റെ ലോങ് ടേം പ്ലാൻ എന്താ? നിൻ്റെ ആ ലോങ് ടേം പ്ലാൻ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഇപ്പോഴത്തെ ഒബ്ജക്റ്റീവ് എന്താ? നീ അതിനുവേണ്ടി എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടുണ്ടോ? പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ? ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് തെറ്റ് വരുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ നോക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ മാത്രമേ ഓർഗനൈസേഷന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ ചെയ്താൽ പോലും ഇപ്പം നമ്മളൊരു വിഷൻ ഉണ്ടാക്കി, ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കി, സ്ട്രാറ്റജി ഉണ്ടാക്കി, ഇംപ്ലിമെൻറ്റ് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു എങ്കിൽ പോലും നമ്മൾ പ്രശ്നങ്ങൾ നേരിടില്ല എന്നല്ല അർത്ഥം. പ്രശ്നങ്ങൾ ഡെഫിനറ്റ്ലി നേരിടും. സോ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകണം. ദ ടേം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇസ് എ മാനേജറിയൽ പ്രോസസ്. വിഷൻ സെറ്റപ്പ് ചെയ്യുക, ഒബ്ജക്റ്റീവ് സെറ്റപ്പ് ചെയ്യുക, crafting a strategy, implementing the strategy and initiating corrective adjustments wherever deemed appropriate. എന്തൊക്കെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ലിമിറ്റേഷൻസ്? എൻവയോൺമെൻറ്റ് ഹൈലി കോംപ്ലക്സ് ആൻഡ് ടർബുലൻ്റ് ആണ്. നമ്മുടെ ഓർഗനൈസേഷന് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് കോംപ്ലക്സ് ആണ്, ടർബുലൻ്റ് ആണ്, മാറിക്കൊണ്ടേയിരിക്കുക. നമുക്ക് പറയാൻ പറ്റുമോ ഇതായിരിക്കും അടുത്ത 5 വർഷത്തെ എൻവയോൺമെൻറ്റ്? ഒരു രീതിയിലും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് മാറൂല, എക്കണോമിക് ഫാക്ടേഴ്സ് മാറൂല, ലീഗൽ ഫാക്ടേഴ്സ് മാറൂല, നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ എൻവയോൺമെൻറ്റ് കോംപ്ലക്സ് ആണ്, ടർബുലൻ്റ് ആണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ കോംപ്ലക്സ് എൻവയോൺമെൻറ്റ്. എക്സാക്ട്ലി പിൻ പോയിൻറ്റ് ഹൗ ഇറ്റ് വിൽ ഷേപ്പ് ഇൻ ദ ഫ്യൂച്ചർ. The organization's estimate about the future may awfully go wrong and jeopardize all strategic plan. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടാക്കി, നമുക്ക് എൻവയോൺമെൻറ്റ് കോംപ്ലക്സ് ആണ്, ടർബുലൻ്റ് ആണ്, മാറിക്കൊണ്ടേയിരിക്കുവാണ്, എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനുകളൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാതായേക്കാം. ഇറ്റ് മേ jeopardize all strategic plan. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. വഴി പോകുന്ന ഒരാൾക്ക് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞായിരുന്നു വിഷൻ സെറ്റപ്പ് ചെയ്യുക, ഒബ്ജക്റ്റീവ് സെറ്റപ്പ് ചെയ്യുക, സ്ട്രാറ്റജി ഉണ്ടാക്കുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്ത് വഴി പോകുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ട്രാറ്റജിസ്റ്റ് ആണ് ചെയ്യേണ്ടത്. സോ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. So it takes a lot of time in preparing, communicating the strategy which will impede the daily operation and negatively impact the routine business. It will impede the daily operation. ഡെയിലി ഓപ്പറേഷൻസിനൊരു തടസ്സം വരുത്തിയേക്കാം. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടാക്കുക, പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊക്കെ നല്ല ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇറ്റ് വിൽ ഇമ്പാക്ട് ദ ഡെയിലി ഓപ്പറേഷൻ. അത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്തേക്കാം ഓർഗനൈസേഷൻ്റെ ബിസിനസ്സിനെ. കോസ്റ്റ്ലി പ്രോസസ് ഞാൻ പറഞ്ഞു സ്ട്രാറ്റജിസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് എക്സ്പെൻസസ് ടു ദ ഓർഗനൈസേഷൻ. സ്ട്രാറ്റജിക് എക്സ്പേർട്സ് ഹാവ് ടു ബി ഹയർഡ്. എഫേർട്സ് ആർ മെയ്ഡ് ഫോർ അനാലിസിസ് ഓഫ് ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് ആൻഡ് ദെൻ ഇംപ്ലിമെൻറ്റ് ഇറ്റ്. അപ്പോൾ ഇതുകൊണ്ട് ഒരിക്കലും സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. സോ എക്സ്പേർട്സിനെ ഹയർ ചെയ്യുക, അവരിത് ഉണ്ടാക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊക്കെ ടൈം കൺസ്യൂമിങ്ങും കോസ്റ്റ്ലി പ്രോസസ്സുമാണ്. സോ എൻവയോൺമെൻറ്റ് കോംപ്ലക്സ് ആണ്, ടർബുലൻ്റ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. എന്തുകൊണ്ടാണ് ടൈം കൺസ്യൂമിങ് ആയെന്ന് പറയണം, എന്തുകൊണ്ടാണ് കോസ്റ്റ്ലി ആയെന്ന് പറയണം. കോമ്പറ്റീഷൻ ഇസ് അൺപ്രഡിക്റ്റബിൾ. നമുക്ക് പറയാൻ പറ്റുമോ, പെപ്സിക്ക് പറയാൻ പറ്റുമോ കൊക്കോക്കോളയുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ITCക്ക് പറയാൻ പറ്റുമോ, താജ് ITC റിസോർട്ട്സിന് പറയാൻ പറ്റുമോ താജ് റിസോർട്ട്സ് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഇൻ ദിസ് കോമ്പറ്റേറ്റീവ് സെനാരിയോ വെർ ഓൾ ഓർഗനൈസേഷൻ ആർ ട്രൈങ് ടു മൂവ് സ്ട്രാറ്റജിക്കലി, ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റിമേറ്റ് ദ കോമ്പറ്റേറ്റീവ് റെസ്പോൺസ്. എല്ലാവരും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ കോമ്പറ്റീറ്ററിൻ്റെ സ്റ്റെപ്പ് എന്താണ് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. എൻവയോൺമെൻറ്റ് കോംപ്ലക്സും ടർബുലൻറ്റും ആണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പ്ലാൻ കൃത്യമായിട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഫ്യൂച്ചർ പ്ലാൻ മാറിയേക്കാം. ഇറ്റ് മേ ജെപ്പാരഡൈസ് ദ എൻറ്റയർ പ്ലാൻ, മൊത്തം പ്ലാൻ തന്നെ ഇല്ലാതാക്കിയേക്കാം. ടൈം കൺസ്യൂമിംഗ് ആണ്, ഉണ്ടാക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഡെയിലി ഓപ്പറേഷൻസിനെ ഇംപെഡ് ചെയ്തേക്കാം. നെഗറ്റീവ്ലി നമ്മുടെ റൂട്ടീൻ ബിസിനസ് എഫക്റ്റഡ് ആവും.
കോസ്റ്റ്ലി പ്രോസസ്സ് ആവുന്നത് എക്സ്പേർട്ട് സ്ട്രാറ്റജിക് പ്ലാനേഴ്സിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യണം. എന്നിട്ട് അവർ ഇൻറ്റേർണലും എക്സ്റ്റേണൽ അനാലിസിസും നടത്തണം. എന്നിട്ട് വേണം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സോ ഇത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ ലിമിറ്റഡ് റിസോഴ്സസ് ഇട്ടവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കോമ്പറ്റിറ്റർ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നൊന്നും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇപ്പോൾ പ്രവർത്തിക്കുന്ന എന്തുപയോഗിച്ചിട്ടാണ്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉപയോഗിച്ചാൽ വിഷൻ സെറ്റപ്പ് ചെയ്ത് സ്ട്രാറ്റജി ഉണ്ടാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സോ കോമ്പറ്റീറ്ററിൻ്റെ റെസ്പോൺസ് എന്താണെന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷേ അതൊരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനാണ് ചാൻസ്. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ അഗെയിൻ. A manager has a strategic leader has to play many leadership roles. While explaining the statement in brief, delineate the leadership role which a manager has to play in pushing a good strategic execution. So ഇവിടെ നമുക്ക് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് മറ്റേ ഇതുണ്ട്, സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അതായത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ, അല്ലെങ്കിൽ അപ്രോച്ചസ് എന്ന് നമ്മളതിനെ പറയും. പിന്നെ നമ്മുടെ റോളുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അവർ ചോദിച്ചേക്കുന്നത് എന്താണ്? റോളാണ്. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇത്ര ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു. റോള് ചോദിച്ചാൽ റോള് മാത്രമേ എഴുതാവുള്ളൂ. അപ്പോൾ ആദ്യമേ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്താണെന്ന് എഴുതാം. സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് റെഫേഴ്സ് ടു മാനേജേഴ്സ് എബിലിറ്റി. ആ ഓർഗനൈസേഷൻ്റെ മാനേജറിൻ്റെ എബിലിറ്റിയാണ് to anticipate, envision, maintain flexibility and empower others to create a strategic change as necessitated by external condition. Strategic leader, നമ്മൾ ക്ലാസ് ലീഡറിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് ലീഡർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം, അയാൾക്കൊരു കഴിവുണ്ടായിരിക്കണം. ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ, ഇതൊക്കെ ഭാവിയിൽ സംഭവിച്ചേക്കാം. എൻവിഷൻ ചെയ്യാൻ, നമ്മൾ അങ്ങനെ ഇങ്ങനെ വരുവാണെങ്കിൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നം വന്നേക്കാം. എൻവിഷൻ ചെയ്യാൻ പറ്റണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം, ഫ്ലെക്സിബിൾ രീതിയിൽ വേണം സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റാൻ. ആൻഡ് ഓൾസോ എംപവറിങ് അതേഴ്സ് ടു ക്രിയേറ്റ് സ്ട്രാറ്റജിക് ചേഞ്ച്. ബാക്കിയുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെയും സ്ട്രാറ്റജിക് ചേഞ്ച് അഡോപ്റ്റ് ചെയ്യാനും പറ്റണം. ഈ ഒരു എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്. എ മാനേജർ ആസ് എ സ്ട്രാറ്റജിക് ലീഡർ ഇസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് അപ്പ്. ഒരു മാനേജർ സ്ട്രാറ്റജിക് ലീഡർ ആകുമ്പോൾ ഫേമിൻ്റെ ഡയറക്ഷൻ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക, സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എല്ലാവരും സ്ട്രാറ്റജി ഗോൾസിലോട്ടാണോ പോകുന്നത് എന്നൊരു ഉറപ്പ് വരുത്തുക. സോ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാനേജറിൻ്റെ എബിലിറ്റിയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ? ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം, എൻവിഷൻ ചെയ്യാൻ പറ്റണം, ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം, ആൻഡ് എംപവറിങ് അതേഴ്സ് ടു അഡോപ്റ്റ് ടു ദ സ്ട്രാറ്റജിക് ചേഞ്ച്. സോ മാനേജർ ഒരു സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് റോള് പ്ലേ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫേമിന് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റണം, സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എല്ലാവരും സ്ട്രാറ്റജിക് ഗോളിലേക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്, സ്ട്രാറ്റജിക് ഗോൾ അച്ചീവ് ചെയ്യാനാണ് പോകുന്നത് എന്നൊരു ഉറപ്പ് വരുത്തണം. സോ വാട്ട് ആർ ദ റോൾസ് പ്ലേഡ് ബൈ സ്ട്രാറ്റജിക് ലീഡർ? സ്റ്റേയിങ് ഓൺ ദ ടോപ്പ് ആൻഡ് മോണിറ്ററിങ് ദ പ്രോസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ഒബ്സ്റ്റക്കിൾ. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് നമ്മൾ പ്രൊമോട്ടർ എന്നൊക്കെ പറയുന്ന പോലെ. സ്ട്രാറ്റജിക് ലീഡർ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, കോർപ്പറേറ്റ് ലെവലിൽ ഇരിക്കുന്ന ആളാണ്. പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം, ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം, എന്തൊക്കെ ഇഷ്യൂസാണ് എമർജിങ് ഇഷ്യൂസ് മനസ്സിലാക്കാൻ പറ്റണം, പ്രോഗ്രസ് എന്തൊക്കെ നമുക്ക് പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റി നോക്കാൻ പറ്റണം. നമ്പർ 2, ഒരു എസ്പിരിറ്റ് ഡി കോപ്സ് എന്ന് പറയുന്നൊരു കൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം. എസ്പിരിറ്റ് ഡി കോപ്സ് എന്താ? ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. കീപ്പിംഗ് ദ ഓർഗനൈസേഷൻ റെസ്പോൺസീവ് ആൻഡ് ഇന്നോവേറ്റീവ് ടു അലേർട്ട് ദം ടു ന്യൂ ഓപ്പർച്യൂണിറ്റി അഹെഡ് ഓഫ് ദ റൈവൽസ്. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരാൻ പോകുന്നത് അത് അലേർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റണം. ആ ചേഞ്ചസ് അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. സോ ദേ ആർ സ്റ്റേയിങ് അറ്റ് ദ ടോപ്പ്, മോണിറ്ററിങ് ദ പ്രോഗ്രസ്, റിസോൾവിങ് ദ ഇഷ്യൂസ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഒബ്സ്റ്റക്കിൾസ്. 2, ദേ ട്രൈ ടു പ്രൊമോട്ട് എസ്പിരിറ്റ് ഡി കോപ്സ്, ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കണം. 3, കീപ്പിംഗ് ദ ഓർഗനൈസേഷൻ റെസ്പോൺസീവ് ആൻഡ് ഇന്നോവേറ്റീവ്. എല്ലാ പുതിയ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നമുക്ക് കോമ്പറ്റീറ്ററിനേക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ ഓർഗനൈസേഷന് റെസ്പോൺസീവ് ആക്കി വെക്കണം. 3, എത്തിക്കൽ ലീഡർഷിപ്പ്, അതായത് എത്തിക്കലി വർക്ക് ചെയ്യാൻ, ആരും പറ്റിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യരുത്, എത്തിക്കലി വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം സ്ട്രാറ്റജിക് ലീഡർ. ആൻഡ് ദ ലാസ്റ്റ് വൺ, പുഷിങ് കറക്റ്റീവ് ആക്ഷൻ. എപ്പോഴൊക്കെ പ്രശ്നം വന്നാലും അവിടെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റുന്ന ആളാണ്. ഉടനെ ഓർഗനൈസേഷൻ ഇട്ടിട്ട് പോകുന്ന ആളല്ല, എന്ത് ചെയ്താൽ ഓർഗനൈസേഷനെ ബെറ്റർ ആക്കാൻ പറ്റും എന്ന് പറഞ്ഞ് കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളുമായിരിക്കണം സ്ട്രാറ്റജിക് ലീഡർ. സോ ദീസ് ആർ ദ 5 റോൾസ് പ്ലേഡ് ബൈ സ്ട്രാറ്റജിക് ലീഡർ. ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ദിൽ നോട്ട് ഗിവ് യു മാർക്സ്. സോ ഞാൻ മാക്സിമം വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ വൺസ് യു ആർ studying, make sure you circle all of this. Pause here, put circles and start reading all of it. Okay? Clear alle?
Okay, let us continue. Distinguish between concentric diversification and conglomerate diversification. One of the very easiest questions. They give you a scenario, they'll ask you to identify whether it's concentric, vertical, identify, and it's very simple question. ഇതിപ്പോൾ ചോദിച്ചേക്കുന്നത് ടു സിമ്പിളാണ്. കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നിങ്ങൾ ഓൾറെഡി ഉള്ള ഒരു ബിസിനസ്സുമായിട്ട് എങ്ങനെയൊക്കെയോ റിലേറ്റഡ് ആണ്, ലൈക്ക് ഇൻ എ ലൂപ്പ് ലൈക്ക് മാനർ. കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങാണ്. ഒരു തരത്തിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ബന്ധമില്ല, അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുകയാണ്. അതാണ് കോൺഗ്ലോമറേറ്റ്. സോ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ കോൺസെൻട്രിക്, അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കോൺഗ്ലോമറേറ്റ്. റിലേറ്റഡ് പ്രോഡക്റ്റോ സർവീസസോ അല്ലെങ്കിൽ റിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷനെ കോൺസെൻട്രിക് എന്നും അൺറിലേറ്റഡ് പ്രോഡക്റ്റോ സർവീസിനെ അല്ലെങ്കിൽ അൺറിലേറ്റഡ് ഡൈവേഴ്സിഫിക്കേഷനെ കോൺഗ്ലോമറേറ്റ് എന്നും പറയാം. കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇറക്കുന്നത്. പുതിയ പ്രോഡക്റ്റും പഴയ പ്രോഡക്റ്റും ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ല, ദേ ആർ ലിങ്ക്ഡ് ഇൻ എ ലൂപ്പ് ലൈക്ക് മാനർ. അതായത് കോമൺ ആയിട്ടുള്ള പ്രോസസ്സോ കോമൺ ആയിട്ടുള്ള ടെക്നോളജിയോ കോമൺ ആയിട്ടുള്ള മാർക്കറ്റിങ്ങോ ഒക്കെ ആവാം. മറ്റിനകത്ത് ഒന്നും കോമൺ അല്ല, പ്രോഡക്റ്റോ ബിസിനസ്സോ മാർക്കറ്റിങ്ങോ ഒന്നും കോമൺ അല്ല കോൺഗ്ലോമറേറ്റിനകത്ത്. നോ ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു വാക്ക് എഴുതാം, ഇറ്റ് ഇസ് കണക്റ്റഡ് ഇൻ എ ലൂപ്പ് ലൈക്ക് മാനർ. കോൺസെൻട്രിക്കിനകത്ത് എങ്ങനെയൊക്കെയോ കണക്റ്റഡ് ആണ്, ലൈക്ക് കോമൺ പ്രോസസ്, മാർക്കറ്റ്, ടെക്നോളജി. ഇറ്റ്സ് കണക്റ്റഡ് ഇൻ എ ലൂപ്പ് ലൈക്ക് മാനർ. അങ്ങനെ ഒരു തരത്തിലുള്ള ലിങ്കേജും ഇല്ല, പ്രോസസ്, മാർക്കറ്റ്, ടെക്നോളജി ഒരു തരത്തിലും ബന്ധമില്ലാത്തതാണ് കോൺഗ്ലോമറേറ്റ്. Common reasons for pursuing concentric diversification: opportunities in a firm's existing lines of business. Already ഉള്ള ബിസിനസ് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും കോമൺ പ്രോസസ് ആയതുകൊണ്ടോ കോമൺ ടെക്നോളജി ആയതുകൊണ്ടോ കോമൺ മാർക്കറ്റിംഗ് ആയതുകൊണ്ടോ നമ്മൾ ഇറങ്ങുന്നതാണ്. കോൺഗ്ലോമറേറ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ബിക്കോസ് കറണ്ട് ബിസിനസ്സിലെ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് പുതിയതിലോട്ട് ഇറങ്ങുന്നതാണ് എപ്പോഴും നല്ലതെന്ന് അവർക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷനിലോട്ട് പോകുന്നത്. ഒരെണ്ണം റിലേറ്റഡ് ആണ്, മറ്റേതാണ് ആദ്യം കോൺസെൻട്രിക്, രണ്ടാമത്തെ കോൺഗ്ലോമറേറ്റ്. റിലേറ്റഡ് ആണ്, അൺറിലേറ്റഡ് ആണ്. ഇവിടെ ഒരു ലൂപ്പ് ലൈക്ക് മാനർ കണക്ഷൻ ഉണ്ട്. കോമൺ പ്രോസസ്സ്, മാർക്കറ്റ്, ടെക്നോളജി. അവിടെ ഒരു തരത്തിലുള്ള ലിങ്കേജ് ഇല്ല. കോമൺ പ്രോസസ്സ്, മാർക്കറ്റ്, ടെക്നോളജി ഒന്നുമില്ല. കോമൺ റീസൺ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ലൈൻ ഓഫ് ബിസിനസ് ഉപയോഗിച്ച് പിന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എക്സിസ്റ്റിംഗ് ലൈൻ ഓഫ് ബിസിനസ്സിൻ്റെ ഓപ്ഷൻസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. സോ പുതിയതിലോട്ട് ഇറങ്ങി പുതിയ ബിസിനസ്സിലോട്ട് ഇറങ്ങി എങ്ങനെയും പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ദാറ്റ് ഈസ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ടു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആണ്, 5 marks. Going for the next one. What do you mean by value chain analysis? Delineate the support activities in value chain analysis as stated by the Michael Porter. So value chain analysis or a strategic tool to determine how it adds value, helping the firm improve the efficiency, identifying the cost saving opportunity and gain competitive advantage through coordination and performance. So value chain analysis എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് ടൂളാണ്. എല്ലാ ബിസിനസ്സും ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിക് ടൂളാണ്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ പ്രോഡക്റ്റിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടാം. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയില്ലേ, കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ്, കൊള്ളാം, നമ്മൾ ഇത്രയും പൈസ മുടക്കിയാൽ എന്താ, ഇതിൽ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എന്ത് ചെയ്താൽ വാല്യൂ കൂട്ടാൻ പറ്റും, എന്ത് ചെയ്താൽ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, എന്ത് ചെയ്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഗ്രാബ് ചെയ്യാം, എന്ത് കോസ്റ്റ് സേവിങ് ടെക്നിക്സാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്. വാല്യൂ ചെയിൻ അനാലിസിസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന മൈക്കിൾ പോർട്ടർ പ്രൈമറി ആക്ടിവിറ്റി ആൻഡ് സപ്പോർട്ട് ആക്ടിവിറ്റി. ഇവർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സപ്പോർട്ട് ആക്ടിവിറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സപ്പോർട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 4ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. പ്രൊക്യൂർമെൻറ്റ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻപുട്ടുകൾ പ്രൊക്യൂർ ചെയ്യുന്നത്. പ്രൈമറി ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ പഠിക്കുന്ന 5 സ്റ്റെപ്പുകളുണ്ട്. അതിനകത്തെ ഇൻപുട്സ് നിങ്ങൾ എങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ഹൗ റിസോഴ്സസ് ആർ സോഴ്സ് റാദർ ദാൻ ദ റിസോഴ്സസ് ദംസെൽസ്. എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ റിസോഴ്സസിനെ സോഴ്സ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഇൻപുട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്, അതാണ് ഫസ്റ്റ് വൺ, പ്രൊക്യൂർമെൻറ്റ്. ടെക്നോളജി, എല്ലാ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റിക്കകത്തും ഒരു ടെക്നോളജി ഇൻവോൾവ് ആണ്. ദാറ്റ് ഈസ് R&D, പ്രോഡക്റ്റ് ഡിസൈൻ, പ്രോസസ് ഡെവലപ്മെൻറ്റ്, ഇംപ്രൂവ്മെൻറ്റ്, എല്ലാത്തിനകത്തും ടെക്നോളജി ഇൻവോൾവ് ആണ്. ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് കൂട്ടാൻ പറ്റുള്ളൂ. നിങ്ങൾ പ്രൈമറി ആക്ടിവിറ്റി ആയിട്ട് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഇൻബൗണ്ട്, ഔട്ട് ബൗണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, മാർക്കറ്റിംഗ്. ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്ത് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ടെക്നോളജി വേണം. ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമേ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അടുത്ത ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യർ വേണ്ടേ. സോ നല്ല മനുഷ്യരെ നിങ്ങൾ എപ്പോഴും, നല്ല ആൾക്കാരെ എപ്പോഴും റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അവരെ എങ്ങനെയെങ്കിലും
ട്രെയിൻ ചെയ്യുക, മാനേജ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, റിവാർഡ് ചെയ്യുക. സോ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ആക്ടിവിറ്റീസ് ഇല്ലേ, അതായത് ഇറ്റ് ഇസ് എ സ്ട്രാറ്റജിക് ടൂൾ, എങ്ങനെ നിങ്ങളുടെ വാല്യൂ കൂട്ടാൻ പറ്റും, എങ്ങനെ കോസ്റ്റ് സേവിംഗ് ആയിട്ടുള്ള ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ നിങ്ങൾക്ക് മറ്റേ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് കൂട്ടാൻ പറ്റും, ഇതിനു വേണ്ടി കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്ത് വേറൊന്നാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക, അവരെ റിവാർഡ് ചെയ്യുക. ദ ലാസ്റ്റ് വൺ, ഇൻഫ്രാസ്ട്രക്ചർ. എല്ലാ ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറിലാണ്. പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ദെൻ ഓൺലി യു ക്യാൻ സസ്റ്റെയിൻ ദ പ്രൈമറി ആൻഡ് ദ സപ്പോർട്ട് ആക്ടിവിറ്റി. സോ ഈ 4 കാര്യങ്ങളാണ് സപ്പോർട്ട് ആക്ടിവിറ്റി ആയിട്ട് അവർ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എന്തൊക്കെയാണ്? പ്രൊക്യൂർമെൻറ്റ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് നിങ്ങളുടെ ഇൻപുട്സ് നിങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നത്, എവിടെ നിന്നാണ് റിസോഴ്സസ്, എവിടെ നിന്നൊക്കെയാണ്, എവിടെ നിന്നാണ് സോഴ്സസ്. 2, എല്ലാ കാര്യങ്ങൾക്കും ടെക്നോളജി ഉണ്ട്. R&D ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ഡിസൈൻ ആയിക്കോട്ടെ, പ്രോസസ് ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനകത്തും ടെക്നോളജി ഇൻവോൾവ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക, നല്ല ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുക, റിവാർഡ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ദാറ്റ് വർക്ക് ചെയ്യുന്നത് ഒരു സിസ്റ്റം റൂട്ടീൻ ബേസിസിലാണ്, ഇൻക്ലൂഡിങ് സപ്പോർട്ടിങ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കണം. ദീസ് ആർ ദ സപ്പോർട്ട് ആക്ടിവിറ്റി. ഇത് കഴിഞ്ഞ അറ്റംപ്റ്റിലാണെന്ന് തോന്നുന്നു ചോദിച്ചത്. കഴിഞ്ഞ അറ്റംപ്റ്റോ അതിൻ്റെ മുന്നിലത്തെ അറ്റംപ്റ്റിലോ ആണോ ചോദിച്ചത്? ഐ ഡോണ്ട് റിമെമ്പർ ദ കറക്റ്റ് അറ്റംപ്റ്റ്. ഐദർ ഇറ്റ് ഇസ് September 25 ഓർ ഇറ്റ്സ് May 25. ഈ 2 അറ്റംപ്റ്റിൽ ഏതൊരു അറ്റംപ്റ്റിൽ വാല്യൂ ചെയിൻ അനാലിസിസ് ചോദിച്ചതാണ്. ഓക്കെ, Mendelow's matrix it's there in the RTP also. RTP-ക്കകത്തും കിടപ്പുണ്ട്. Managing the stakeholder is critical to the success of a project. Explain the Mendelow's matrix helps in managing the stakeholder. സെയിം ക്വസ്റ്റൻ ആണ് കിടക്കുന്നത്. സ്റ്റേക്ക് ഹോൾഡറിനെ നിങ്ങൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? മെൻലോസ് മെട്രിക്സ് ഉപയോഗിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡറിന് ഓർഗനൈസേഷനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്, ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡറിന് നമ്മുടെ ഓർഗനൈസേഷന് മുകളിൽ പവറുണ്ട്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന് മുകളിൽ അധികാരം, പവർ, അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആരൊക്കെയാണ് അവരെയാണ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് വിളിക്കുക. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ ആകാം, എംപ്ലോയി ആകാം, കസ്റ്റമർ ആകാം, ഗവൺമെൻറ് ആകാം, ട്രേഡ് യൂണിയൻസ് ആകാം, ബാങ്ക് ആകാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആകാം. സോ എനി വൺ ഹൂ ഹാസ് എ പവർ ഓർ ഇൻട്രസ്റ്റ് ഇൻ എ കമ്പനി ഈസ് ബേസിക്കലി വാട്ട് യു കോൾ സ്റ്റേക്ക് ഹോൾഡർ. സോ സ്റ്റേക്ക് ഹോൾഡറിനെ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് മെൻലോസ് മെട്രിക്സ്. കാരണം മെൻലോസ് മെട്രിക്സിനകത്ത് സ്റ്റേക്ക് ഹോൾഡറിനെ പവറും ഇൻട്രസ്റ്റും അനുസരിച്ച് അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറൈസ് ചെയ്തേക്കുന്ന 4 ഹെഡിങ്ങിൽ കീപ് പ്ലെയർ, കീപ് സാറ്റിസ്ഫൈഡ്, കീപ്പ് ഇൻഫോം, ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പവർ, ഹൈ ഇൻട്രസ്റ്റ്. കീ പ്ലെയർ എന്ന് പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡറിന് ഓർഗനൈസേഷന് മുകളിൽ ഭയങ്കര പവറാണ്, ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡറിനെ നിങ്ങൾ ക്ലോസ്ലി മാനേജ് ചെയ്യണം, റെഗുലർലി അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർ ഉദ്ദേശിക്കുന്ന എല്ലാ സപ്പോർട്ടും ഇൻപുട്സും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. എക്സാമ്പിൾ, കമ്പനിയുടെ ബോർഡ്, CEO, ഷെയർ ഹോൾഡർ, ഇവരൊക്കെ കീ പ്ലെയേഴ്സാണ്. സോ കീ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഹൈ പവർ, ഹൈ ഇൻട്രസ്റ്റ് ആണ്. സോ റെഗുലർലി അവർക്ക് വേണ്ട ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ക്ലോസ് മാനേജ്മെൻ്റ് ആണ് അവർ, ക്ലോസ്ലി അവരെ മാനേജ് ചെയ്യണം, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കണം, എല്ലാ ഇൻപുട്സും കൊടുക്കണം. എന്നിട്ട് എക്സാമ്പിൾ ഓർക്ക്. കീപ് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ പവർ ഭയങ്കര കൂടുതലാണ്, പക്ഷേ കമ്പനീൻ്റെ മുകളിൽ വലിയ താല്പര്യമൊന്നും ഇല്ല. While these stakeholders have significant influence, they may not be invested in the project success. It is essential to keep them satisfied with sufficient information to prevent potential conflict. അവർക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണോ അത് കൊടുത്തിട്ടിരിക്കുക. അവർക്ക് ഓർഗനൈസേഷന് മുകളിൽ വലിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, പക്ഷേ ഹൈ പവറുള്ള സ്റ്റേക്ക് ഹോൾഡറിനെ വിളിക്കുന്ന പേരാണ് കീപ് സാറ്റിസ്ഫൈഡ്. ഹൈ പവറാണ്, ലോ ഇൻട്രസ്റ്റ് ആണ്. ഇനി നേരെ ഓപ്പോസിറ്റ്, കീപ്പ് ഇൻഫോംഡ്. പവർ കുറവാണ്, പക്ഷേ താല്പര്യം ഭയങ്കര കൂടുതലാണ്. സ്റ്റേക്ക് ഹോൾഡർ ഇൻ ദിസ് ഗ്രൂപ്പ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോജക്ട് ബട്ട് ലാക്ക് ദ പവർ ടു ഇൻഫ്ലുവൻസ് ഇറ്റ്സ് ഔട്ട്കം. റെഗുലർ അപ്ഡേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക ഇൻ ഓർഡർ ടു ഫോസ്റ്റർ ദ ഗുഡ് വിൽ. അവർക്ക് വലിയ പവർ ഒന്നുമില്ല, പക്ഷേ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഓർഗനൈസേഷന് മുകളിൽ. അപ്പോൾ എന്ത് മാത്രം കൊടുത്താൽ മതി? റെഗുലർ അപ്ഡേറ്റ്സും കമ്മ്യൂണിക്കേഷനും മാത്രം കൊടുക്കുക. ബിക്കോസ് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോജക്ട്, പക്ഷേ വലിയ പവർ ഒന്നുമില്ല അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ലോ പ്രയോറിറ്റി. നമ്മൾ പറയില്ലേ, ഈ ഗോസിപ്പുകൾ എഴുതുന്ന മീഡിയ, മാഗസിൻസ്, അവരൊക്കെയാണ് ലോ പ്രയോറിറ്റിയിൽ വരിക. ലോ പവർ, ലോ ഇൻട്രസ്റ്റ് ആണ്. അവർ മോണിറ്റർ മാത്രം ചെയ്തേച്ചാൽ മതി. ഇനി അവരുടെ പവറോ ഇൻട്രസ്റ്റോ മാറുന്നുണ്ടോ എന്നൊന്ന് മോണിറ്റർ ചെയ്താൽ മതി. അവർക്ക് വേണ്ട ഇൻഫർമേഷൻ തൽക്കാലം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളുടെ പവറും ഇല്ല, ഇൻഫ്ലുവൻസും ഇല്ല. സോ മെൻലോസ് മെട്രിക്സ് ഉപയോഗിച്ചിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക ബേസ്ഡ് ഓൺ പവർ ആൻഡ് ഇൻട്രസ്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ് ചെയ്യാൻ പറ്റും.
ഇവിടെ ആ ഡയഗ്രാം കൂടെ വരയ്ക്കുന്നത് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്തൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. കീപ് പ്ലെയർ, കീപ് സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞ 4 കാറ്റഗറി കൊടുത്തിട്ട് അവരൊരു പവർ ഇൻട്രസ്റ്റ് ബേസ് കൊടുത്തിട്ടുണ്ട്. സോ ഇഫ് യു ഡ്രോ ദാറ്റ് ദൽ ബി റിയലി ഇംപ്രസീവ്. Draw the diagram also when you get a question related to Mendel's matrix. I hope again that's clear. No. Or question on major core competencies are identified in 3 areas: competitive differentiation, customer value, application to other market. Discuss very simple question again. അപ്പോൾ CK പ്രഹ്ലാദ്, ഗ്യാരി ഹാമൽ എന്ന് പറയുന്ന 2 സ്ട്രാറ്റജിസ്റ്റ് പറയാണ് കോർ കോമ്പീറ്റൻസി, അതായത് നിങ്ങളുടെ യുണീക്ക് സ്ട്രെങ്ത് നിങ്ങൾക്ക് 3 ഏരിയയിലാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റേണ്ടത്. ആ 3 ഏരിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത്. കോമ്പറ്റിറ്റർ ഡിഫറൻസിയേഷൻ, ദ കമ്പനി ക്യാൻ കൺസിഡർ ഹാവ് എ കോർ കോമ്പീറ്റൻസ്. നിങ്ങൾക്കൊരു യുണീക്ക് കോർ കോമ്പീറ്റൻസ് എന്ന് എന്താണ്? യുണീക്ക് സ്ട്രെങ്ത് ആണ്. നിങ്ങളുടെ ഓർഗനൈസേഷൻ അങ്ങനത്തെ ഒരു സ്ട്രെങ്ത് ഉണ്ട് വിച്ച് ഇസ് ബെറ്റർ ദെൻ ദ കോമ്പറ്റീറ്റർ. അതാണ് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തരുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മുടെ ആപ്പിളിൻ്റെ കോർ കോമ്പറ്റൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം അവരുടെ സോഫ്റ്റ്വെയർ ആണ്, അവരുടെ iOS ആണ് അവരുടെ കോർ കോമ്പീറ്റൻസ്. അപ്പോൾ അവരുടെ ആ യുണീക്ക് സ്ട്രെങ്ത് കാരണമാണ് അവർക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുന്നത്. അവരുടെ കോമ്പറ്റീറ്ററിനെ അപേക്ഷിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഈ കോർ കോമ്പീറ്റൻസ് കാരണമാണ്. ചിലപ്പോൾ അത് ടെക്നോളജി ആകാം, ചിലപ്പോൾ അത് അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആകാം, ചിലപ്പോൾ മറ്റേ ആൾക്കാരാകാം, ഹ്യൂമൻ തന്നെ ആകാം. ആ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഭയങ്കര കിടലുമായിരിക്കും. സോ ഒരു ഓർഗനൈസേഷനെ യുണീക്ക് സ്ട്രെങ്ത് വിച്ച് ക്രിയേറ്റ്സ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക? കോർ കോമ്പീറ്റൻസ്. സോ കോമ്പറ്റേറ്റീവ് ഡിഫറൻസിയേഷൻ, നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ഡിഫറൻസിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർ കോമ്പീറ്റൻസ് ഉണ്ടെന്ന് പറയാം. ദ കമ്പനി ക്യാൻ കൺസിഡർ ഹാവ് എ കോർ കോമ്പീറ്റൻസ് ഇഫ് ദ കോമ്പീറ്റൻസ് ഇസ് യുണീക്ക് ആൻഡ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ ദ കോമ്പറ്റീറ്റേഴ്സ് ടു ഇമിറ്റേറ്റ്. നിനക്ക് കോർ കോമ്പീറ്റൻസ് ഉണ്ടെന്ന് പറയണം എന്നുണ്ടെങ്കിൽ നിൻ്റെ കോമ്പീറ്റൻസ് കോമ്പറ്റീറ്ററിന് ഡിഫിക്കൽട്ടാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ആപ്പിളിൻ്റെ iOS ഇതുവരെ ആരും ഒരു കോമ്പറ്റീറ്റർ പോലും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. ദിസ് ക്യാൻ പ്രൊവൈഡ് എ കമ്പനി എൻ എഡ്ജ് കമ്പയർഡ് ടു ദ കോമ്പറ്റീറ്റർ. ഇറ്റ് അലൗസ് എ കമ്പനി ടു പ്രൊവൈഡ് ബെറ്റർ പ്രോഡക്റ്റ് സർവീസ് ടു ദ മാർക്കറ്റ് വിത്ത് നോ ഫിയർ ദറ്റ് കോമ്പറ്റീറ്റേഴ്സ് ക്യാൻ കോപ്പി ഇറ്റ്. കോമ്പറ്റേറ്റീവ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നിനക്ക് അങ്ങനത്തെ ഒരു കോർ കോമ്പീറ്റൻസ് ഉണ്ട്, നിൻ്റെ കോമ്പറ്റീറ്ററിന് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് നിനക്കൊരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ആണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ പ്രോഡക്റ്റോ സർവീസ് ആൾക്കാർ ചൂസ് ചെയ്യും ഓവർ ദ കോമ്പറ്റീറ്റർ. ഇതുണ്ടെങ്കിൽ നിനക്ക് കോർ കോമ്പീറ്റൻസ് ഉണ്ടെന്ന് പറയും. ആപ്പിളിൻ്റെ iOS അവരുടെ ഒരു കോമ്പറ്റേറ്റീവ് ഡിഫറൻസിയേഷൻ തന്നെയാണ്. 2, കസ്റ്റമർ വാല്യൂ. നമ്മൾ പറയില്ലേ, നേരത്തെ പറഞ്ഞ അതേ സംഭവം, കൊടുക്കുന്ന പൈസയ്ക്ക് വർത്ത് ആയിരിക്കണം. ഞാൻ 10,000 രൂപ കൊടുക്കുന്നു, എനിക്ക് 1000 രൂപയുടെ മെച്ചം പോലും അതിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അവിടെ കസ്റ്റമർ വാല്യൂ ക്രിയേറ്റഡ് അല്ല. രണ്ടാമത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റണം. ഞാൻ ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന ഫോണിനകത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 5 വർഷം കഴിഞ്ഞിട്ടും ആപ്പിൾ ഫോണിൽ തന്നെ എനിക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നണം. അല്ലെങ്കിൽ ഞാൻ മേടിച്ചതിന് ശേഷം എനിക്ക് ഒരാളുടെ അടുത്ത് പറയാൻ പറ്റണം, ഞാൻ മേടിച്ചു, ഈ പ്രോഡക്റ്റ് കൊള്ളാം, ഈ ഫോൺ കൊള്ളാം, നിങ്ങൾ മേടിക്കുക. അല്ലെങ്കിൽ ഞാൻ മാക്ബുക്ക് മേടിച്ചു, കൊള്ളാം, നിങ്ങൾ മേടിച്ചോ, നല്ലതാണ് എന്നെനിക്ക് പറയാൻ പറ്റണം. അതാണ് കസ്റ്റമർ വാല്യൂ. When purchasing a product or service, it has to deliver a fundamental benefit to the end customer. ഒരു ഫണ്ടമെൻ്റൽ ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റണം. ഫണ്ടമെൻ്റൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. കസ്റ്റമേഴ്സ് റീസൺ ടു റീപർച്ചേസ്. അല്ലെങ്കിൽ കോർ കോമ്പീറ്റൻസ് ഇല്ല എന്ന് നമുക്ക് പറയാം. സോ ഫണ്ടമെൻ്റൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിയൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ദ കസ്റ്റമർ ഷുഡ് കൺവേ യുവർ പ്രൊഡക്റ്റ് ടു സമ്മൺ എൽസ്, അല്ലെങ്കിൽ അതവർ റീപർച്ചേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം? കസ്റ്റമർ വാല്യൂ. കസ്റ്റമർ വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ കോർ കോമ്പീറ്റൻസ് ഉണ്ടെന്ന് പറയാം. സോ കോമ്പറ്റേറ്റീവ് ഡിഫറൻസിയേഷൻ, നിനക്കുള്ള കോർ കോമ്പീറ്റൻസ് കോമ്പറ്റീറ്ററിന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് നിനക്കൊരു കോമ്പറ്റേറ്റീവ് എഡ്ജാണ്. ഇത് കാരണം നിൻ്റെ പ്രോഡക്റ്റോ സർവീസ് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ നിനക്ക് കോർ കോമ്പീറ്റൻസ് ഉണ്ട്. കസ്റ്റമർ വാല്യൂ എന്ന് പറഞ്ഞാൽ നിനക്കൊരു ഫണ്ടമെൻ്റൽ ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റണം, ഒരു റിയൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, കസ്റ്റമറിന് റീസൺ ആയിരിക്കണം നിൻ്റെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് കസ്റ്റമർ വാല്യൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ, application of competence to other market. Core competence must be applicable to the whole organization. It cannot be one particular skill or specified area of expertise. ഒരു പെർട്ടിക്കുലർ സ്കില്ലോ ഒരു ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് അല്ല,
ഓർഗനൈസേഷൻ മൊത്തം ഫോളോ ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ കോർ കോമ്പീറ്റൻസ് എന്ന് പറയും. എല്ലാവരും ഒരേപോലെ ചെയ്യണം. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ചെയ്യുന്ന സംഭവമല്ലേ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ R&Dയിൽ ഉണ്ടായിരിക്കണം, പ്രൊഡക്ഷനിലുണ്ടായിരിക്കണം, എല്ലാത്തിനകത്തും അത് എല്ലാവരും കൂടി ഇൻവോൾവ് ആയാൽ മാത്രമേ കോർ കോമ്പീറ്റൻസി ചെയ്യാൻ പറ്റുള്ളൂ. സോ ദസ് എ കോർ കോമ്പീറ്റൻസ് ഇസ് എ യുണീക് സെറ്റ് ഓഫ് സ്കിൽ ഓർ എക്സ്പെർട്ടൈസ് വിച്ച് വിൽ യൂസ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ ടു ഓപ്പൺ അപ്പ് പൊട്ടൻഷ്യൽ മാർക്കറ്റ്. ഈ 3 ഏരിയയിലും നിങ്ങൾക്ക് കോർ കോമ്പീറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഓക്കെ, നിങ്ങളുടെ ഓർഗനൈസേഷന് കോർ കോമ്പീറ്റൻസ് ഉണ്ടെന്ന് പറയാം. ഈ 3 എണ്ണത്തിലും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇറ്റ് വിൽ നോട്ട് ബി കൺസിഡർഡ് ആസ് കോർ കോമ്പീറ്റൻസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഫോർ ദ ഹോൾ ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ 3 എണ്ണം സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ കോർ കോമ്പീറ്റൻസ് ഇല്ല എന്ന് തന്നെ പറയാം. സോ കോമ്പറ്റേറ്റീവ് ഡിഫറൻസിയേഷൻ ഉണ്ടായിരിക്കണം, കസ്റ്റമർ വാല്യൂ ഉണ്ടായിരിക്കണം, ആപ്ലിക്കേഷൻ ടു അതർ മാർക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ 3 എണ്ണം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കോർ കോമ്പീറ്റൻസ് ഉണ്ടെന്ന് പറയാം. സോ ദീസ് ആർ ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ഓഫ് നമ്മുടെ MTP. So we will have a very small break. We'll restart by 4:45 and then we'll continue with the multiple choice.
Okay, so let us continue. With the multiple choice. Okay, so first as usual നമുക്കൊന്ന് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം എന്താണ് അതിനകത്ത് നമുക്ക് നോക്കേണ്ടത്. അല്ലെ കഥ മൊത്തം നമ്മൾ വായിക്കുമ്പോൾ വി ഡോണ്ട് നോ വാട്ട് വി വോണ്ട് ഓർ വാട്ട് വി ഡോണ്ട് വോണ്ട്. അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് കിടക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ജോട്ട് ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. ദ ഡിസിഷൻ ഓഫ് ദ റിന്യൂവബിൾ എനർജി SBU ടു സെക്യൂർ എ 500 million യൂറോപ്യൻ സോളാർ കോൺട്രാക്ട് ഇസ് എൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ എന്തൊരു ഡിസിഷൻ ഓഫ് സെക്യൂറിങ് SBU, അത് എന്ത് ടൈപ്പ് ഓഫ് ഡിസിഷൻ ആണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഹൗ ഡസ് ZGE's ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ സ്ട്രാറ്റജി ബെനിഫിറ്റ് ഇറ്റ്സ് ഹെൽത്ത് കെയർ SBU. ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ സ്ട്രാറ്റജി എങ്ങനെയാണ് SBUവിനെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വാട്ട് റോൾ ഡസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലേ ഇൻ ZGE's ഗ്രോത്ത് മെട്രിക്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഹൗ ഹാസ് എ റിലയൻസ് ഓൺ ഇ-കൊമേഴ്സ് ബെനിഫിറ്റഡ് ZGE's ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി. റിലയൻസ് ഓൺ ഇ-കൊമേഴ്സ്. ഓക്കെ. And what potential challenge could arise from ZGE's SBU structure. Potential challenge എന്തൊക്കെയാണ്. സോ പൊട്ടൻഷ്യൽ ചാലഞ്ച് എന്തൊക്കെയാണ്, ഇ-കൊമേഴ്സ് റിലയൻസ് എങ്ങനെ അവരെ ബെനിഫിറ്റ് ചെയ്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലേ എന്താണ്, ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ SBU സെക്യൂർ ചെയ്ത ഡിസിഷൻ എന്തൊക്കെയാണ്. ഓക്കെ, let us read. Zenith Global Enterprises, a diversified conglomerate based in Dubai, operates across 5 distinct industries: renewable energy, luxury real estate, fashion retail, healthcare and digital services. With a revenue of 12 billion in 2024, ZGE is recognized for its ability to adapt and thrive in the competitive global market. However, the conglomerate's leadership is now focusing on streamlining operation and leveraging digital channels to sustain the growth. അപ്പോൾ ഇവരൊരു കോൺഗ്ലോമറേറ്റ് ആണ്, 5 ഡിസ്റ്റിങ്ക്റ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്ട്രീംലൈനിങ് ഓപ്പറേഷൻസ് ആൻഡ് ലെവറേജിങ് ഡിജിറ്റൽ ചാനൽസ് ആണ് അവർ ചെയ്യുന്നത്. ടു അഡ്രസ് ഓപ്പറേഷണൽ കോംപ്ലക്സിറ്റി, ZGE's management highlights the advantage of its SBU structure. Each business unit operates autonomously with a dedicated leadership team. എല്ലാം ഓട്ടോണോമസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. tailored strategy ആണ് ഓരോരുത്തരും. For example, renewable energy recently secured 500 million contract with the European government for solar power solution, while fashion retail SBU launched luxury e-commerce. അപ്പോൾ ഓരോരുത്തരെയും ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ആയിട്ട് അവർ കണ്ടിട്ടാണ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നത്. ZGE's overarching strategy emphasizes a best cost provider approach by balancing premium quality with കോമ്പറ്റേറ്റീവ് പ്രൈസിങ്. പ്രീമിയം ക്വാളിറ്റി കൊടുക്കുന്നു, കോമ്പറ്റേറ്റീവ് പ്രൈസിങ് അതിട്ടിട്ടാണ് അവർ ബാലൻസ് ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഇറ്റ് ഹാസ് ഇൻട്രൊഡ്യൂസ് ടെലിമെഡിസിൻ സർവീസസ് കോസ്റ്റ് 30% ലെസ്സർ ദാൻ ദ കോമ്പറ്റേറ്റർ. ടെലിമെഡിസിൻ വഴി അവർ 30% ലെസ്സർ പ്രൈസിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹാസ് ബിക്കം a cornerstone for ZGE's customer engagement strategy. In 2024, the company allocated 200 million to develop AI-driven marketing campaigns, leveraging predicting analytics to personalize ads. So 200 million അവർ കൊടുത്തു AI-driven ആയിട്ടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട്. ഓക്കെ. The luxury real estate division also adopted virtual reality, allowing global customers to explore property remotely, driving a 35% increase in the international sales. Okay. A key challenge for ZGE lies in balancing the need of customers and consumers. In the digital services SBU, this tension is evident in pricing decisions for their cloud computing solution. So, ഒരു ചാലഞ്ച് അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് കസ്റ്റമേഴ്സിനെയും കൺസ്യൂമേഴ്സിനെയും നീഡ് സാറ്റിസ്ഫൈ ചെയ്യലായിരുന്നു അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന കീ ചാലഞ്ച്. In the digital services, this tension is evident pricing decisions for the cloud computing solution, while enterprise customer demand cost-efficient packages uses prioritize seamless high-speed performance. ZGE's leadership employs customer insight and feedback loops to align pricing both group expectation. അവർ രണ്ട് ഗ്രൂപ്പിൻ്റെയും എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. Finally, ZGE's channel of distribution heavily relies on e-commerce platform. The fashion retail SBU's recent collaboration with major e-commerce marketplace increased distribution efficiency by 40%. Meanwhile, the healthcare SBU's direct-to-consumer online pharmacy has achieved 100 million in annual revenue by offering home delivery of essential medicines. Okay. With these strategy, ZGE aimed to achieve 10% annual growth while maintaining its commitment to innovation and quality. However, as conglomerate scales, it must address potential challenges such as inter-SBU competition and digital transformation risk. Okay. ഈ സ്ട്രാറ്റജി ഉപയോഗിച്ച് അവർക്ക് 100% ആനുവൽ ഗ്രോത്ത് കിട്ടും. പക്ഷേ കോൺഗ്ലോമറേറ്റ് സ്കെയിൽസ് വെച്ച് വരാൻ നേരത്തെ അവർക്ക് കുറച്ച് പൊട്ടൻഷ്യൽ ചാലഞ്ചസ് ഒക്കെ വരും. ഓക്കെ.
The decision of renewable energy SBU to secure a 500 million European solar contract is an example of proactive expansion. അവർ നേരത്തെ തന്നെ പ്രൊവാക്റ്റീവായിട്ട് ആക്ട് ചെയ്തു റിയാക്റ്റീവ് അല്ല, നേരത്തെ തന്നെ അവർ ഇറങ്ങി എന്നല്ലേ പറയണേ. ഇതാ സെപ്പറേറ്റ് ആയിട്ട് കണ്ടോ. enabling tailored strategy for market specific needs, renewable energy ഉപയോഗിച്ച് 500 million കോൺട്രാക്റ്റിലോട്ട് അവർ ഇറങ്ങി. ഓരോരുത്തരും സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അവർ തന്നെ ഇറങ്ങി. ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് ഇറങ്ങിയതല്ല, സ്വന്തമായിട്ട് ഇറങ്ങി. സോ ഇറ്റ്സ് എ പ്രൊവാക്റ്റീവ് സ്ട്രാറ്റജി. I hope it's clear. How does ZGE's best cost provider strategy benefit its healthcare SBU? എങ്ങനെയാണ് ബെസ്റ്റ് കോസ്റ്റ് പ്രൊവൈഡർ സ്ട്രാറ്റജി ഹെൽത്ത് കെയർ SBUവിനെ ബെനിഫിറ്റ് ചെയ്യുന്നത്? ഹൈ സർവീസ് ക്വാളിറ്റി അറ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസസ്. അതായത് നമ്മൾ പറയുന്നില്ലേ, അവർ ബാക്കിയുള്ളവരെക്കാളും 30% കുറച്ചാണ് കൊടുക്കുന്നത്. ഐ ഹവ് മാർക്ക്ഡ് ഇറ്റ്. ദിസ് പാരഗ്രാഫ്. ഓപ്ഷൻ നമ്പർ ബി. So it is B here. B. Maintaining high service quality at competitive prices. Now, what role does digital marketing play in ZGE's growth strategy? Digital marketing എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചാനൽസ് this one. It drives personalized customer engagement, higher acquisition rate. Personalized ആയിട്ടുള്ള എൻഗേജ്മെൻ്റ് ആണ് അവർ കൊടുക്കുന്നത്. How has the reliance on e-commerce benefited ZGE's distribution strategy? Efficiency, expanding market reach ആണ്. എഫിഷ്യൻസി കൂട്ടി, മാർക്കറ്റ് റീച്ച് അവരുടെ ഭയങ്കരമായിട്ട് കൂട്ടി. ഡൊമസ്റ്റിക് മാർക്കറ്റ് അല്ല, പ്രൊഡക്റ്റ് ക്വാളിറ്റി അല്ല, എലിമിനേറ്റിംഗ് ട്രഡീഷണൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് അല്ല. പോയിന്റ് നമ്പർ ബി. ഫിഫ്ത്ത് വൺ, വാട്ട് പൊട്ടൻഷ്യൽ ചാലഞ്ച് കുഡ് അറൈസ് ഫ്രം ZGE's SBU സ്ട്രക്ചർ? ചാലഞ്ച് നമ്മൾ ലാസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദീസ് ആർ ദ ചാലഞ്ച്. അതിനകത്തുനിന്ന് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ. ലാസ്റ്റ് ലൈൻ തന്നെ ഇന്റർ SBU കോമ്പറ്റീഷൻ. സോ ഓപ്ഷൻ നമ്പർ ബി. ഇതിനകത്തെല്ലാം ബി ആണല്ലോ. എവ്രി ആൻസർ ഇസ് ബി. സോ നമുക്ക് എക്സാമിന് എലമെൻറ്റ് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ തരുന്നതാണ്, എനിക്ക് മാത്രം എന്താ എല്ലാ ഓപ്ഷനും ബി കിട്ടിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഡൗട്ട് വരും. ഒരു കുഴപ്പവും കാണില്ല. ഇഫ് യു വെരി ഷുവർ വിത്ത് ദ ആൻസേഴ്സ്, എല്ലാ ഓപ്ഷൻസും ബി വരെ. ഒരു സൈക്കോളജിക്കൽ മൂവാണ്. നമ്മൾ എക്സാം ഹാളിൽ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ ഓൾ ഓപ്ഷൻസ് ആർ ബി. അപ്പോൾ മേക്ക് ഷുവർ യു ഗോ ത്രൂ ദ MCQs. നല്ല MCQ ആണ്. എല്ലാ ഓപ്ഷൻസ് യെസ്, സി ഓൾ ഓപ്ഷൻസ് ആർ ബി. ഓക്കെ. അഗൈൻ ഇത് ഇൻഡിവിജ്വൽ ആണ്. A manufacturing company's success is rooted in its proven ability to consistency, adherence to ISO quality standards. ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ സക്സസ് റൂട്ട് ചെയ്തിരിക്കുന്നത് ISO ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. ഡെലിവർ പ്രോഡക്ട്സ് വിത്ത് സീറോ ഡിഫക്റ്റ് ആൻഡ് ഇഫക്റ്റീവ്ലി മാനേജ് ഇറ്റ്സ് ഗ്ലോബൽ supply chain. This inherent capability is a result of year of rigorous standardized production schedule, quality audit and logistic process, which S in the McKinsey 7S framework best reflect these established recurring daily activities and formal procedures. System. Daily operations പറയുന്നത് സിസ്റ്റമാണ്. സിസ്റ്റം. സ്റ്റാഫ് അല്ല, സ്റ്റൈൽ അല്ല, സ്കില്ലല്ല. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഹ്യൂമൻ റിസോഴ്സിനെ എടുക്കുക. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് സ്റ്റൈലാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡെയിലി ഓപ്പറേഷൻസിനെ പറ്റിയിട്ടുള്ളതാണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ കോർ കോമ്പീറ്റൻസ് ആണ്. കീ സ്കിൽ ആൻഡ് കോർ കോമ്പീറ്റൻസ് ആണ്. സോ ഓപ്ഷൻ ഇസ് സി. In the Indian smartphone market, Chinese brands completely captured the budget segment. Which of the porters 5 force is intensified by the presence of numerous players offering functionally similar low-priced product? Functionally similar low-priced product കൊടുക്കുക എന്ന് പറയുമ്പോൾ rivalry among existing competitors. Bargaining power of supplier അല്ല, threat of new entrants അല്ല, bargaining power of buyer അല്ല, rivalry among the existing players. Which characteristics highlights the inspirational aspect of a mission statement? Short, concise, focused on current market share? No. Provides a sense of direction, follows efficiency over effectiveness, focus on annual profit target. Provides a sense of direction. എങ്ങനെ മുന്നോട്ട് പോകണം, പ്രസന്റ് ആണ്, എങ്ങനെ മുന്നോട്ട് പോകാം. So it provides a sense of direction. Yes, the answer. Yes. So this is with the multiple choice. രണ്ട് MCQ നല്ല രണ്ട് MCQs ആണ്. ഐ റിയലി ലൈക്ക് ദ MCQ പാർട്ട്. സോ മേക്ക് ഷുവർ യു ഗോ ത്രൂ ദ MCQ പാർട്ട് അഗെയിൻ.
MCQs മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഡു എ വെരി പ്രോപ്പർ സ്മാർട്ട് വർക്ക് വെൻ യു സ്റ്റഡി ദ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ബോത്ത് ഗ്രൂപ്പ് പഠിക്കുന്ന കുട്ടികൾ സ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പോലും മേക്ക് ഷുവർ യു ആർ സ്റ്റഡിങ് ഒരു 5 topics per day. അലോട്ട് ഒരു 1 hour. ഇഫ് യു ഡൂയിങ് ബോത്ത് ഗ്രൂപ്പ്, ഐ നോ യു ആർ overloaded with lot of topics, lot of subjects. Very difficult. 1 hour, half an hour ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 30 minutes in the morning, 30 minutes in the evening. അതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നോക്കിപ്പോയാലെങ്കിലും മതി. എഴുതി നോക്കണം എന്നാണ് ഇപ്പോഴും പറയാറ്. ബോത്ത് എഴുതുന്ന കുട്ടികൾക്ക് ഇനിയും ടൈം കുറവാണ്. So preferably I'm telling you, just at least go through the questions and have a familiarity. Very easy to score an exemption for FMSM paper, though it's your last paper after your auditing paper. വളരെ ചെറിയൊരു പേപ്പറാണ്. ഇറ്റ്സ് നോട്ട് ആസ് വാസ്റ്റ് ആസ് ലൈക്ക് ഇറ്റ്സ് കോസ്റ്റിംഗ് ഓർ ഓഡിറ്റിംഗ്. കുഞ്ഞൊരു പേപ്പർ, 5 ചാപ്റ്ററുള്ളൊരു കുഞ്ഞു പേപ്പറാണ്. അപ്പോൾ മാക്സിമം അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഐ ഹോപ്പ് ദ സെഷൻ വാസ് ഹെൽപ്ഫുൾ. നിങ്ങൾ പിന്നീടാണ് കാണുന്നത്. എഗെയിൻ ഐ ഹവ് ടോൾഡ് ദ സെയിം തിങ് ഇൻ ദ ബിഗിനിങ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് വിത്ത് ദ ടോപ്പിക്സ് വിച്ച് യു ഹവ് ഡിസ്കസ് ടുഡേ. നല്ലപോലെ മൾട്ടിപ്പിൾ ചോയ്സ് നോക്കിയിട്ട് പോവാം. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഡു വെരി വെൽ. എഗെയിൻ വിൽ ബി meeting for the MTP 2 series, corporate and other law, as well as for strategic management, we'll be meeting. Thank you.